വിശ്വാസിയെ സന്തോഷിപ്പിക്കുന്ന മലക്കുകളാണ് ഇവരെങ്കിൽ നിഷേധിയാണ് മരിക്കുന്നെങ്കിലോ കറുത്തിരുണ്ട ഭീകര സത്വങ്ങളായ വികൃത രൂപികളായ പരുക്കന്മാരായ ഹിലാല് ശിദാദായ മലക്കുകളാണ് ഇറങ്ങി വരിക. കണ്ടാൽ അവന്റെ ഹൃദയം വേദനിക്കും. ആ മലക്കുകളെ കണ്ടവൻ വെപ്രാളപ്പെടും. അവന്റെ കണ്ണുകൾ ആ മലക്കുകളെ കണ്ട് തുള്ളിക്കൊണ്ടിരിക്കും. അവനാകെ ബേജാറിലായിരിക്കും. അങ്ങനെ അതാ അവൻ ദുനിയാവ് മറന്നു. നരകമാണല്ലോ, ആ നരകം മലക്കുകൾ കാണിച്ചു കൊടുക്കും. അതിൽ ബേജാറിലായി മരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പരിചയപ്പെടുത്തി. വിശ്വാസിയുടെ മരണം വേറെ, നിഷേധിയുടെ മരണം വേറെ. രണ്ടിനും ആത്മാവ് പിടിച്ചെടുക്കാൻ വരുന്ന മലക്കുകളുടെ രൂപഭാവങ്ങൾ തന്നെ വേറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അൻസ്വാരി യുവാവിന്റെ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് ആ വിഷയം വിശദീകരിച്ചു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നമുക്ക് അക്കാര്യം റിപ്പോർട്ട് ചെയ്തെന്നു. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാ ബീദുൽ വുജൂഹ് കഅന്ന വുജൂഹഹും അശംസ് മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വ ഹനൂത്തുൻ മിൻ ഹനൂത്തിൽ ജന്ന. പ്രവാചകൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച് അതിന് അനുപൂരകമായി ജീവിതം നയിച്ച് സത്യവിശ്വാസിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിക്കുന്ന ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിൻ, അവൻ മരിക്കുന്ന സമയത്ത് ആകാശലോകത്ത് നിന്ന് ഒരു സംഘം മലക്കുകൾ ഇറങ്ങി വരും. നിങ്ങൾക്കറിയാമോ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു എന്ന് ഹദീസിൽ കാണാം. വശഹിദഹു 70,000 മിനൽ മലായിക. അദ്ദേഹം മരിക്കുന്ന സമയത്ത് 70,000 മലക്ക്. ഒരാളെ വിശ്വാസം അനുസരിച്ച് മലക്കിന്റെ എണ്ണം കുറയും കൂടുകയൊക്കെ ചെയ്യും. ഒരു സ്വഹാബി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ചപ്പോൾ എത്ര മലക്കാ വന്നത്? 70,000 മലക്ക്. അങ്ങനെ ആയിരക്കണക്കിന് മലക്ക്. ഇന്ന് ഇവിടെ ഒരു സത്യവിശ്വാസി മരിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. എങ്ങനെയുള്ള മലക്ക്? വെളുത്ത മുഖം, സൂര്യസമാനമായി തിളങ്ങുന്ന പ്രകാശിക്കുന്ന മുഖം. അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുണ്ട്. സ്വർഗത്തിലെ സുഗന്ധദ്രവ്യത്തിന്റെ ഒരു ഡപ്പിയുണ്ട്. അങ്ങനെ സുഗന്ധം വമിക്കുന്ന രൂപത്തിൽ അവരിങ്ങനെ ഇറങ്ങി വരും. പക്ഷെ ആ സുഗന്ധം ആസ്വദിക്കാനുള്ള ഘ്രാണശക്തി പടച്ചു നമുക്ക് തന്നിട്ടില്ല. നമ്മളതറിയില്ല. അവിടെ നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരാൾ മരിക്കാറായാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലായാൽ സത്യവിശ്വാസിയാണ് ആ സുഗന്ധം കൊണ്ട്. അത് ആസ്വദിക്കാൻ നമുക്കൊരു 2 ലിമിറ്റിനുള്ളിലുള്ളത് മാത്രമല്ലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിൽ കുറഞ്ഞാലും കൂടിയാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, അല്ലേ? സുഗന്ധം ഒരു പരിധിയിൽ കുറവാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റും, ഒരു പരിധിയിൽ കൂടിയാലും ആസ്വദിക്കാൻ പറ്റില്ല. അതാ മനുഷ്യനക്കത്തിനൊരു ലിമിറ്റ് ഉണ്ട്. കാഴ്ച ഒരു പരിധിയിൽ അടുത്തുള്ളതും കാണാൻ പറ്റില്ല, ദൂരമുള്ളതും കാണാൻ പറ്റില്ല. കേൾവി ഒരു പരിധിയിൽ ശബ്ദം കുറഞ്ഞതും കേൾക്കാൻ പറ്റില്ല, നിശ്ചിത ഹെർട്സിന് അപ്പുറത്തുള്ളതും കേൾക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ സ്വർഗത്തിന്റെ സൗരഭ്യം. അത് ആസ്വദിക്കാൻ മാത്രം നമ്മളാരും വളർന്നിട്ടില്ല. അതിലൊന്നും അല്ലാഹ് നമുക്ക് ഇപ്പോഴും തന്നിട്ടില്ല. സത്യവിശ്വാസി മരിക്കുമ്പോൾ സ്വർഗത്തിലെ കഫൻ പുടവയുമായി, സ്വർഗത്തിലെ സുഗന്ധദ്രവ്യത്തിന് ഡപ്പിയുമായി ഒരു സംഘം മലക്കുകൾ വരും. ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദ ബസരി, അവന്റെ കണ്ണെത്തുന്നിടത്തവർ വന്നിരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, ആ മലക്കുകൾ വന്ന് അവനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസി, അവന്റെ തലയുടെ അടുത്ത് വന്നിരിക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, വിശിഷ്ടമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹു നിന്റെ പാപം പൊറുത്തിരിക്കുന്നു, നീ പാപമോചനത്തിലേക്ക് പുറപ്പെട്ടോളൂ. അല്ലാഹു നിന്നെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക്, സ്വർഗത്തിലേക്ക് നീ പുറപ്പെട്ടോളൂ. മലക്കുൽ മൗത്ത് വന്ന് വിളിക്കും. ആ വിളി കേൾക്കേണ്ട താമസം. ഫതഖ്റുജു തസീൽ കമാ തസീലുൽ ഖത്റതു മിൻ ഫിയ്യി സഖാ, ഒരു വെള്ളപ്പാത്രം ചെരിച്ചു വെച്ചാൽ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ മലക്കുൽ മൗത്തിന്റെ വിളി കേട്ട് ആത്മാവ് എവിടെയാണോ ഉള്ളത് അടർന്നിങ്ങനെ ഒഴുകി വരും. വന്നാശിത്വാത്തിനസ്ത്വാ, സൗമ്യതയോടുകൂടി ആത്മാവിനെ അടർത്തിയെടുക്കുന്ന മലക്കുകളാണ് സത്യം. അങ്ങനെ അങ്ങോട്ട് വരും. ഇങ്ങനെ മലക്കുകൾ വരുന്നതിനെ കുറിച്ചാണ് ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്തിൽ മിക്ക വെള്ളിയാഴ്ചയും രാവിലെ നമ്മൾ കേൾക്കും സുബ്ഹ്സ്കാരത്തിന്. എന്താ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. സൂറത്ത് ഫുസ്സിലത്തിലെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകൾ. സത്യവിശ്വാസികൾ അവർ മരിക്കുന്ന നേരത്ത് ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും നേരായ രൂപത്തിൽ റബ്ബിന്റെ ഇഷ്ടപ്രകാരം സിറാത്ത് മുസ്തഖീമിലൂടെ ജീവിതം നയിക്കുകയും ചെയ്തിട്ടുള്ളവർ
അവർ മരിക്കാൻ നേരത്തെ എന്താ? ഒരു സംഘം മലക്കുകൾ അവരിൽ ഇറങ്ങി വരും. അവർ പറയും, ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ ആ മലക്കുകൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന്. മാത്രമല്ല ഹദീസിൽ കാണാം, സ്വർഗത്തിലെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്ന ആ മലക്കുകൾ. എന്തൊരു സന്തോഷമായിരിക്കും! ആ സൗരഭ്യം വേറെ ആരും നുകർന്നില്ല, ആ മരിക്കാൻ കിടക്കുന്ന ആൾ നുകരും. ഒരാൾക്ക് മരിക്കും പറയാം അയാൾ സ്വർഗത്തിലാണോ അല്ലേ, പിന്നെ ഇതിനെ മരിക്കാൻ പേടിക്കുന്നു. അങ്ങനെ ആ മലക്കുകൾ വരും. അവര് പറയും, നീ സന്തോഷിച്ചോളൂ, നിനക്ക് സ്വർഗമുണ്ട്. ഞങ്ങൾ ഭൂമിയിലും പരലോകത്തും നിങ്ങളുടെ മിത്രങ്ങളാണ്. നിങ്ങൾ കൊതിക്കുന്നത് മുഴുവൻ അവിടെ കിട്ടും. കൊതിക്കുന്നത് മാത്രമല്ല, ചോദിക്കുന്നതും കിട്ടും. അതൊക്കെ എല്ലാം പൊറുക്കുന്ന, അളവില്ലാതെ കരുണ ചൊരിയുന്ന റബ്ബിൽ നിന്നുള്ള സൽക്കാരമാണ്. അങ്ങനെ ഇതാണ് സത്യവിശ്വാസിയുടെ മരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ് സൂറത്ത് ഫുസ്സിലത്ത് 30 മുതൽ 32 വരെ ആയത്തുകൾ. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിഷേധിയാണെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ. ഒരു കാഫർ, ഒരു ഫാജിർ, ഒരു മുനാഫിഖ്, റബ്ബിനെ മറന്ന് തോന്നിയതുപോലെ ജീവിക്കുന്ന ആൾ. നമ്മൾ വിചാരിക്കുന്നത് വലിയ മൗലവിമാരായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നവർ നിരാണ്ടുമുള്ള തുണിയെടുക്കുള്ളൂ, താടിയൊക്കെ അങ്ങനെ വളർത്തും, കൃത്യമായിട്ട് പള്ളിയിൽ പോകും, സുന്നത്തൊക്കെ നിസ്കരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താ, ഒരു പലിശ വാങ്ങൂല. അതുകൊണ്ട് കണ്ടല്ലേ വലിയ വലിയ ജോലിയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ഒരു വാഹനം പോലും സ്വന്തമായിട്ടില്ല, അല്ലെങ്കിൽ നല്ലൊരു വാഹനമില്ല. എന്താ സംഗതി? അവർ പലിശക്ക് പൈസ കൊടുത്ത് വാങ്ങൂല. അതന്നെ എന്താണ് ദുനിയാവ് ഇങ്ങനെ നഷ്ടപ്പെടുത്തുക, ആവശ്യമില്ലാതെ ദുനിയാവ് ഇങ്ങനെ സങ്കീർണമാക്കാൻ. അത് കേട്ട് കേട്ട് മടുത്ത് ചില ആൾക്കാരെന്ത് ചെയ്യും, ചിലപ്പം ഒരു വിഷയത്തിൽ കാണാൻ തെറ്റും, എന്നിട്ട് പലിശ ഇടപാടിലേക്ക് പോയി കുറച്ചൊക്കെ ആറാമായി, കുറച്ചൊക്കെ സിനിമയും സീരിയലൊക്കെ കാണാൻ തുടങ്ങി. ഞാനൊക്കെ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മരണം വ്യത്യാസപ്പെടണമെങ്കിലേ മരണം വരെയുള്ള ജീവിതം വ്യത്യാസപ്പെട്ട് തന്നെ നിൽക്കണം. ലോകത്തുള്ള എല്ലാവരും ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിച്ചു, എല്ലാവരും ആസ്വദിക്കുന്നൊക്കെ നമ്മൾ ആസ്വദിച്ചു. ശൈത്താന്റെ മ്യൂസിക്കും ഹറാമിന്റെ അഭിനയവും അതേപോലെ തന്നെ 24 മണിക്കൂർ കളിയും കോമഡിയും ഇങ്ങനത് മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളെന്തിനാ സത്യവിശ്വാസി എന്ന് പറഞ്ഞ്? സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒരു വഴിയാ. സ്വർഗത്തെപ്പറ്റി ചിന്തിക്കാത്ത ആളുകൾ, നിഷേധികൾ, പരലോകത്തെക്കുറിച്ച് ബോധമില്ലാത്തവർ, ഏകദൈവാരാധന മഹത്വം ഉൾക്കൊണ്ടില്ലാത്തവർ, അവർ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യും? ആ തോന്നിവാസവും മ്യൂസിക്കും ഡാൻസും പാട്ടും അധർമ്മവും കള്ളുകുടിയും വ്യഭിചാരവും ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് അവരൊക്കെ നരകത്തിലും നമ്മളൊക്കെ സ്വർഗത്തിലും പോകുന്ന ആരെങ്കിലും വിചാരിക്കുന്നോ? ഇല്ല കേട്ടോ. സ്വർഗത്തിലേക്കൊരു വഴി വേറെ തന്നെ. എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ വിചാരിച്ചാൽ അത് കിട്ടൂല. അതുകൊണ്ട് തന്നെ എല്ലാവരും സിനിമയും സീരിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ സോൾഡാരിറ്റിക്കാരനും പണി സീരിയലും സിനിമയും ഉണ്ടാക്കല. മനസ്സിലായില്ലേ? സി ദാവൂദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ വലിയൊരു നേതാവ് ലേഖനം എഴുതി, കഴിഞ്ഞ ശവ്വാൽ മാസത്തിലാണെന്ന് തോന്നുന്നു, മാതൃഭൂമിയിൽ. അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു. ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വക്താവ്, ഔദ്യോഗിക വക്താവ്. ഇപ്പൊ കണ്ടില്ല എങ്ങനെ കളിയാക്കിക്കൊണ്ട് ലേഖനം എഴുതുന്നു. MSമാർ സമ്മേളനം നടത്തിയ വയസ്സന്മാർ മാത്രമേ പങ്കെടുത്തുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ അന്ന് അങ്ങനെ സംസാരിക്കേണ്ട ദിവസമല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നെന്താ, വളരെ ഗൗരവമുള്ളൊരു വാചകങ്ങൾ എഴുതി. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഫിലിം പഠിക്കാൻ പോയത് നല്ല ഫിലിമൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ ബോധവൽക്കരിക്കാനും കീഴാളരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ ചർച്ചയുടെ ഒരു സെമിനാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നുണ്ട്. അതേ സമയത്ത് തറാവീഹ് നിസ്കരിക്കാൻ സമയമായി. ഞാൻ തറാവീഹിന് പോകണോ ഈ പ്രൊഫസറെ ക്ലാസ്സിനിരിക്കണോ എന്നിങ്ങനെ ഒന്ന് സംശയിച്ചു. അവസാനം ഞാൻ പ്രൊഫസറെ ക്ലാസ്സിനിരുന്നു. പരസ്യമായി എഴുതി. ഇവരാണിപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ വേവലാതിയെ പറ്റി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, എന്താ സംഗതി? നമ്മളെന്തിനാ സിനിമയിലേക്ക് പോയത്? സിനിമ ഉണ്ടാക്കുന്നത് എന്താണ്? അവിശ്വാസിക്കും സിനിമ, നമുക്കും സിനിമ. അവനും മ്യൂസിക്, ഇവനും മ്യൂസിക്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? താളവാദ്യങ്ങളുടെയുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ കള്ളും വിഗ്രഹവും പട്ടുവസ്ത്രവും കുരിശും ഹറാമാക്കിയ കൂട്ടത്തിൽ ഹറാമാക്കിയത്. കള്ളിൽ നല്ലതുണ്ടോ? വിഗ്രഹത്തിൽ നല്ലതുണ്ടോ? കുരിശിൽ നല്ലതുണ്ടോ? പട്ടുവസ്ത്രം അനുവദിക്കപ്പെട്ടതുണ്ടോ? ഇല്ല. കള്ളിൽ അതുപോലെ മ്യൂസിക്കിൽ നല്ലതാരം കാണണ്ട. മ്യൂസിക് ഹറാമാക്കിയ 5 ആയത്തുകളെങ്കിലും വിശുദ്ധ ഖുർആനിൽ വേറെ വിശദീകരിക്കേണ്ട വിഷയമാണ്. ഇത് ഞാനിപ്പോൾ എന്തിനാ പറഞ്ഞറിയോ? അതൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് ആകെ പോയില്ലേ എന്ന് ചില ആൾക്കാർ വിചാരിക്കും. പക്ഷെ അതൊക്കെ എടുക്കുന്നവർക്കാണ് ആകെ പോവുക. അതിൻ്റെ പിറകെ ഈ മ്യൂസിക്കും ഡാൻസും തോന്നിയാസം നടക്കുന്നവർക്ക് പിന്നെ പരലോകത്തേക്ക് പണിയെടുക്കാൻ നേരല്ല. പരലോകവും അതിൻ്റെ ഗൗരവവും അതൊന്ന് ചിന്തിച്ചാൽ ഇവിടെ ഇങ്ങനെ പാട്ടും പാടി ഇവിടെയുള്ള ആസ്വാദനങ്ങൾ മാത്രമായി നടക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നവരും നരകത്തിലേക്ക് പോകുന്നവരും ജീവിത നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ മരണം വരെയുള്ള ജീവിതം ഒരുപോലെയാണെന്ന് കരുതി മരണവും അങ്ങനെയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്താ വ്യത്യാസം കേട്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ അൻസാരിയുടെ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് ഒരു ഗൗരവത്തിൽ ഒരു വിഷയം കൂടി പഠിപ്പിച്ചു. വഇന്നൽ അബ്ദൽ കാഫിറ വിൽ ഫാജിർ,
ഒരു തെമ്മാടിയുടെ, ഒരു നിഷേധിയായ അടിമ, ഒരു തെമ്മാടിയായ അടിമ, ഇദാ കാന ഫിൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ദുനിയാവിൽ നിന്ന് പിരിഞ്ഞ് പരലോകത്തേക്ക് പുറപ്പെടുന്ന ദിവസം, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരു കൂട്ടം മലക്കുകൾ ഇറങ്ങി വരും. എങ്ങനെയുള്ള മലക്കുകളാ? മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുക്കന്മാരായ, കഠിനന്മാരായ, കണ്ടാൽ അറപ്പ് തോന്നുന്ന ഭീകരസത്വങ്ങളായ മലക്കുകൾ. സൂദുൽ വുജൂഹ്, കറുത്തുരുണ്ട മുഖമാണ്. മഅഹുമുൽ മിസൂഹ്, ദുർഗന്ധം വമിക്കുന്ന ഒരു വൃത്തികെട്ട കഫൻ പുടവ, നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വൃത്തികെട്ട കഫൻ പുടവ. അതാ മിനന്നാർ, അത് നരകത്തിൽ നിന്നുള്ളതാണ്. ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, അവൻ നോക്കുന്നിടത്ത് വന്നിരിക്കും. സുമയജീഉ മലക്കുൽ മൗതി, പിന്നെ മലക്കുൽ മൗത്ത് വന്ന് ഹത്താ യജ്ലിസ ഇൻദ റഅസി, അവന്റെ തലയുടെ ഭാഗത്തിരിക്കും. ഫയഖൂൽ, എന്നിട്ട് വിളിക്കും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ദുഷിച്ച ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബ്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക്, ക്രോധത്തിലേക്ക്, നരകത്തിലേക്ക് പുറപ്പെട്ടോളൂ എന്ന് പറയും. ഫതുഫരിഖ ഫീ ജസദിഹി ഫയൻതസിഉഹാ കമാ യൻതസിഉ സഫൂദുൽ കസീറു ശുഅബ മിനസ് സൂഫിൽ മബ്ലൂൽ, അപ്പോഴതാ നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിന്റെ ചാക്ക്, ആ പഞ്ഞിക്കെട്ടിൽ നിന്ന് കടകോലുണ്ടല്ലോ, ആ പഞ്ഞി കടയാനുള്ള മുള്ളുണ്ടല്ലോ, ആ മുള്ള് പുറത്തെടുക്കുമ്പോൾ നനഞ്ഞ പഞ്ഞി ആ മുള്ളിൽ ഇങ്ങനെ കുരുങ്ങിപ്പോകുന്നത് പോലെ ഈ ആത്മാവ് പിടിച്ചു പറിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ കുരുങ്ങിപ്പോകും. അവന്റെ നാടിഞരമ്പുകൾ ഛിന്ന ഭിന്നമായി പോകും. അങ്ങനെ അവന്റെ നാടികളും ഞരമ്പുകളും ഒക്കെ മുറിഞ്ഞു പോകും. ആ രൂപത്തിൽ അവന്റെ ആത്മാവിനെ ഇങ്ങനെ മലക്കുൽ മൗത്ത് പിടിച്ചെടുക്കും. വിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്തു അൽ അൻഫാൽ 50-51 ആയത്തുകളിൽ, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു അൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ് ദാലിക ബിമാ ഖദ്ദമത് അയ്ദീകും വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്. നീ എങ്ങാനും ഒരു നിഷേധി മരിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ ഒരു സംഘം മലക്കുകൾ വന്ന് അവരുടെ മുഖത്തും അവരുടെ പിൻഭാഗത്തും പ്രഹരിച്ചുകൊണ്ടിരിക്കും. കരിച്ചു കളയുന്ന ശിക്ഷ ആസ്വദിക്കുക എന്ന് അവർ അപമാനിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലമാണ്. അല്ലാതെ അള്ളാഹു ഒരിക്കലും അടിയാറുകളോടൊട്ടും അനീതി കാണിക്കാറില്ല. നരകം കാണിക്കും, നരകത്തിലെ സീറ്റ് കാണിച്ചു കൊടുക്കും ഒരാൾ മരിക്കാൻ നേരത്ത്. എന്നിട്ട് ആ നരകം കണ്ട് അവനാകെ ബേജാറാകും, വെപ്രാളപ്പെടും. ഈ വിഷയമാണ് പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് മരണം. നിഷേധിയുടെയും വിശ്വാസിയുടെയും മരണം വ്യത്യാസം. സത്യവിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ കയ്യിലെടുത്ത് കൂടെ വന്ന മലക്കുകളുടെ കയ്യിലുള്ള കഫൻ പുടവയിലേക്ക് വെച്ചു കൊടുക്കും. കണ്ണൊന്ന് ചിമ്മി തുറക്കുന്ന സമയമുള്ളൂ. പിന്നെ സംഭവിക്കുക എന്താ അറിയോ? സല്ലാ അലൈഹി കുല്ലു മലക്കിൻ ബൈനസ്സമാഇ വൽ അർള് വകുല്ലു മലക്കിൻ ഫിസ്സമാ. ഹദീസുകൾ ദീർഘമായി വായിക്കുന്നതിൽ ആശയം ചുരുക്കി പറയാം. ലോകത്തുള്ള മുഴുവൻ മലക്കുകളും, ആകാശത്തിനപ്പുറത്തുള്ള മലക്കുകൾ, ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ, സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലൈഹി, ഈ മരിക്കുന്ന ആളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മൾ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ മാത്രമേ സലാത്ത് ചെല്ലാറുള്ളൂ. പിന്നെ സ്വഹാബികൾ, പിന്നെ നമ്മൾ മറ്റു പ്രവാചകന്മാരുടെ പേരിലും അവരുടെ പേര് നമ്മൾ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുള്ളൂ. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ ഒരിക്കലും മടി കാണിക്കരുത്. പ്രത്യേകം പുണ്യമുള്ള സംഗതിയാണ്, പോരിശയായ കാര്യമാണ്. പക്ഷെ പ്രവാചകന്റെ പേരിൽ സലാത്ത് ഇല്ല എന്ന് പറഞ്ഞ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. എന്നിട്ട് കച്ചവടം നടത്തരുത്. അതിനുവേണ്ടി സലാത്ത് നഗറുകൾ ഉണ്ടാക്കരുത്. പ്രവാചകനെ വിളിച്ചു തേടുന്ന കുഫറിന്റെ, ഹറാമിന്റെ, ശിർക്കിന്റെ സലാത്ത് ചെല്ലരുത്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സലാത്ത് അത് ഏതു പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെല്ലാവുന്നതാണ്. രണ്ടും വ്യത്യാസം. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെ യഥാർത്ഥ പ്രവാചകന് സലാത്ത് ചെല്ലുന്നവർ, പ്രവാചകനെ സ്നേഹിക്കുന്നവർ വിധേയത്തായിട്ടല്ലല്ലോ നടക്കുക. പ്രവാചകനെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മാലകളും പാട്ടുകളുമല്ലല്ലോ അവർ ഉരുവിടുക. മറിച്ച് പ്രവാചകന്റെ ജീവിതത്തെ അവർ കൃത്യമായി പഠിക്കും, അത് പകർത്തും. അങ്ങനെ ബിദ്അത്തുകൾ വർദ്ധിച്ച് അവർ സുന്നത്തുകൾ സ്വീകരിച്ച് അത് ചാവടിയന്തരങ്ങൾ ഉപേക്ഷിക്കും. അതേപോലെ സുന്നത്തായ നോമ്പുകളും നമസ്കാരങ്ങളും അവർ വർദ്ധിപ്പിക്കും. അവർ ജന്മദിനാഘോഷങ്ങൾ ഉപേക്ഷിക്കും. പകരമായി അവർ സദഖകളും അതേപോലെ പുണ്യപ്രവർത്തനങ്ങളും ഖുർആൻ പാരായണവും ദിക്റുകളും ഒക്കെ വർദ്ധിപ്പിക്കും. അങ്ങനെ സുന്നത്തെടുക്കുകയും ബിദ്അത്തുകൾ തള്ളുകയും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആരാ? അവര് മരിച്ചാൽ ആത്മാവ് മലക്കുകൾ കൊണ്ടുപോകുമ്പോ സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി, നിനക്ക് മംഗളം. അലൈക്കി എന്ന് പറഞ്ഞത് ആത്മാവ് എന്നുള്ള പദം സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. നഫ്സ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്നാ പറയാ. അങ്ങനെ സലാത്ത് ചൊല്ലും. നമ്മൾ അയാളെ പരിഗണിച്ചിട്ടുണ്ടാവില്ല. ഒരു പാവം മനുഷ്യൻ, നാട്ടിലൊരു നിലയും വിലയില്ലാത്ത ആള്, എന്നാലും ദുനിയാവില്ലാത്തതുകൊണ്ട്. പക്ഷെ തൗഹീദുണ്ട്, സുന്നത്തുണ്ട്. അള്ളാഹ് അയാൾക്ക് കൊടുക്കുന്ന വില ഇവിടുത്തെ കോടീശ്വരനോ അമേരിക്കൻ പ്രസിഡന്റിനോ കിട്ടൂല. വിശ്വാസമാണ് റബ്ബൊരാളെ പരിഗണിക്കുന്നത്.
അയാളുടെ ആത്മാവ് പിടിച്ചെടുക്കാൻ ആയിരക്കണക്കിന് മലക്കുകൾ വന്നില്ലേ? അതിനു പുറമെ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും അയാളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്തുകളുടെ ആശീർവാദം കേട്ടുകൊണ്ട് സ്വർഗത്തിന്റെ സൗരഭ്യം അത് നാട്ടിലാകെ പരത്തിക്കൊണ്ട് അവരങ്ങ് ഉയർന്നു പോകും. ഒന്നാം ആകാശത്തെത്തുമ്പോൾ മലക്ക് ചോദിക്കും, ആരായി നല്ല മനുഷ്യൻ? കൊണ്ടുവരുന്ന മലക്കുകൾ ഫുലാൻ ഇബ്നു ഫുലാൻ, ഏറ്റവും നല്ല പേരോടുകൂടി പറയും ഇത് നല്ല ആളാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല പേരിടണം. വലിയ വലിയ സദസ്സുകളിൽ പറയാനുള്ള പേരാണ്. ഫാഷൻ നോക്കി പുതുമ നോക്കി പേരിട്ടാൽ പോരാ, അർത്ഥബോധമുള്ള പേരിടണം, നല്ല പേരിടണം. വാപ്പാന്റെ പേരിലേക്ക് ചേർത്തിട്ട് അവന്റെ അല്ലെങ്കിൽ അവളുടെ പേര് പറഞ്ഞു കൊടുക്കും. അവിടെ കാവൽ നിൽക്കുന്ന മലക്ക് വാതിൽ തുറക്കും. അങ്ങനെ അവിടെയുള്ള മലക്കുകളും അവനെ സല്ലല്ലാഹു അലൈഹി എന്ന് പറയും, സലാത്ത് ചെല്ലും. എങ്ങനെ? രണ്ടാം ആകാശം, മൂന്നാം ആകാശം, അവസാനം എവിടെത്തി? ഹത്താ യൻതഹു ഇല സമായി ദുനിയ. അത് കഴിഞ്ഞ് അവര് എല്ലാം അവസാനം കഴിഞ്ഞ് അവസാനത്തെ ഹത്താ യൻതഹി ബിഹി ഇല സമായി സാബിയ. ഏഴാം ആകാശം വരെ അവരെത്തും. ഏഴാം ആകാശത്തിലെത്തി. ഏഴാം ആകാശത്തിലെത്തുമ്പോഴും ഇതേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് അള്ളാഹ് പറയാ, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ. അവൻ ആരാന്ന് ചോദിക്കും, വായിൽ തുറന്നു കൊടുത്താൽ കൽപ്പന വരും, എന്റെ അടിമയുടെ പേര് ഇല്ലിയൂന് എഴുതി വെക്കണം. എന്താ ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ? ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ, പുണ്യവാന്മാരുടെ പേര് അത് ഇല്ലിയൂനിലാണ്. അമാദറാക്കമാ ഇല്ലിയൂൻ. എന്താണ് ഇല്ലിയൂൻ എന്നറിയുമോ? കിതാബ് മർഖൂം, നമ്പർ ഇട്ട് എഴുതി വെക്കുന്ന ഒരു രേഖയാണ്. 1, 2, 3. ഹാബീലിന്റെ പേരായാലും 1 എന്നുണ്ടാവും. അദ്ദേഹം ആദ്യം മരിച്ചത്. പിന്നെ അടുത്ത മരിച്ച ആളുടെ പേര് ആദം നബിയുടെ പേര്, ഹവ്വാ ബീവിയുടെ പേര്, നൂഹ് അലൈഹിസ്സലാമിന്റെ പേര്. ഇല്ലിയൂനിലെ നല്ല ആൾക്കാരുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്പിയാക്കളുടെ പേര് അല്ലേ, സ്വഹാബത്തിന്റെ പേര്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരുടെ പേര്, അങ്ങനെ എല്ലാവരുടെ പേരും അവിടെ എഴുതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് എഴുതി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് എഴുതി, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലേ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇങ്ങനെയുള്ളവരുടെ പേരൊക്കെ എഴുതി. 1, 2, 3, 4, 10, 100, 10,000. അടുത്ത നമ്പർ ഇട്ടിട്ട് ഇന്ന് മരിക്കുന്നൊരു വിശ്വാസിയാണെങ്കിൽ അയാളുടെ പേര്. സർവശക്തനായ റബ്ബ് അങ്ങനെ ആ ലിസ്റ്റിൽ പേര് വരാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അവിടെ പേരെഴുതി വെക്കും. ആ പേരെഴുതി കഴിഞ്ഞാൽ ഫയുക്തബു കിതാബഹു ഫി ഇല്ലിയീൻ, ഫയുക്തബു കിതാബഹു ഫി ഇല്ലിയീൻ, അവന്റെ പേര് ഇല്ലിയൂനിൽ എഴുതപ്പെട്ടു. സുമ്മ യുഖാലു, അപ്പോൾ പറയപ്പെടും, അഈദൂഹു ഇലൽ അർള്, അവനെ ഭൂമിയിലേക്ക് തന്നെ മടക്കണം. ഫഇന്നീ മിൻഹാ ഖലഖ്തുഹും, അവനെ മണ്ണിൽ നിന്നാണ് ഞാൻ പടച്ചത്. വഫിഹാ ഉഈദുഹും, മണ്ണിൽ തന്നെ ഇപ്പോൾ അവരെ മടക്കിയിരിക്കുന്നു. വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖറാ, ഒരിക്കൽ കൂടി അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. ഖബറിലേക്ക് കൊണ്ടുവരാൻ പറയും. അവിടെ എഴുതാനായിട്ട് പോയതാണ് 7-ാം ആകാശം. തിരിച്ച് അതേ വഴിക്ക് വന്ന് 1-ാം ആകാശം നിൽക്കും. 1-ാം ആകാശത്ത് എത്ര നേരം നിൽക്കുമെന്നറിയാമോ? നമ്മൾ ആ മയ്യത്ത് മറമാടുന്നവരെ നിൽക്കും. കഴിയുന്നത്ര വേഗം മറമാടണം. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാളൊരു നല്ല ആത്മാവാണെങ്കിൽ സുഖസൗകര്യങ്ങൾക്ക് വേഗം എത്തിക്കോട്ടെ. ഒരു ദുഷിച്ച ആത്മാവാണെങ്കിൽ നിങ്ങളെ ചുമലുന്ന ആ ശല്യം ഒഴിവായില്ലേ. രണ്ടാണെങ്കിലും മയ്യത്ത് പെട്ടെന്ന് മറമാടണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ഒരു ദിവസം മുഴുനീളം നീണ്ടുപോയത് മയ്യത്ത് നിസ്കരിച്ചാണ് തീരാനിട്ട. തിങ്കളാഴ്ച വൈകുന്നേരം മരിച്ചു അല്ലേ, പിന്നെ ചൊവ്വാഴ്ച പകൽ മുഴുവൻ ആ മയ്യത്ത് വെച്ചു. ആ മയ്യത്ത് ഇങ്ങനെ വെച്ചിട്ട് വലിയ നേതാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതല്ല. ആളുകൾ വന്നിട്ട് സംഘമായി വന്ന് മയ്യത്ത് നിസ്കരിച്ചാണ് തീരുന്നില്ല. അങ്ങനെ ബുധനാഴ്ച സുബഹിന്റെ തൊട്ട് മുമ്പായിട്ട് ചൊവ്വാഴ്ച ഇശാക്ക് ശേഷമായിട്ട് മയ്യത്ത് മറമാടും. അല്ലാതെ 3 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാജലാൾ പറയും ഭരണാധികാരി ആരാണ് തീരുമാനമായിട്ടില്ല, അതിനുവേണ്ടി 3 ദിവസം എടുത്തു. ഭരണാധികാരി ആരാണ് തീരുമാനിക്കാൻ 40 മിനിറ്റ് 3/4 മണിക്കൂർ സമയം എടുത്തിട്ടുള്ളൂ. അത് 1-ാമത്തെ ദിവസം എടുത്തിട്ടുള്ളൂ, തിങ്കളാഴ്ച തന്നെ. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അത് കളവാണ്. മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് മയ്യത്ത് നീണ്ടുപോയത്. ചില ആൾക്കാർ ഭരണാധികാരി എന്നുള്ളത് വലിയൊരു പ്രശ്നമാക്കി എടുത്ത് തീവ്രവാദം ഉണ്ടാക്കാനേ ചരിത്രം വളച്ചൊടിക്കാറുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നല്ലോ. ഏതോ ആവട്ടെ, അങ്ങനെ അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറമാടണം. അതുവരെ അവർ കാത്തിരിക്കും. നമ്മൾ മറമാടി നമ്മൾ മയ്യത്തിനെ നമ്മൾ വൃത്തിയുള്ള കഫൻ കുളിപ്പിച്ച് വൃത്തിയുള്ള കഫൻ പുടവയിൽ പൊതിഞ്ഞ് സുഗന്ധം പൂശി, ആണാണെങ്കിൽ 3, പെണ്ണാണെങ്കിൽ ആ 3-ന് പുറമെ ഒരു മഫ്തയും ഒരു അടിയുടുപ്പും ഒക്കെ ധരിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ മയ്യത്ത് മറമാടുക. മറമാടി നമ്മൾ ഖബറിലൊന്ന് ചെരിച്ച് കിടത്തി എണീക്കാനുള്ളൊരു സ്ഥലമേ കൊടുത്തിട്ടുള്ളൂ. ബലമുള്ള പാറകളൊക്കെ വെച്ച് മണ്ണൊക്കെ ഇട്ട് മൂടി. സങ്കടം ഉണ്ടെങ്കിൽ കണ്ണിൽ വെള്ളമൊക്കെ വരും. നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈഹി, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. നമുക്ക് പരിചയമുള്ള ദുആ, ഏത് ദുആയും ചെല്ലാം. ഉത്തരം സ്ഥിരപ്പെട്ട് കിട്ടാൻ വേണ്ടി, ഖബർ വിശാലമായി കിട്ടാൻ വേണ്ടി,
ഖബറിലെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കാൻ വേണ്ടി, എല്ലാ സുരക്ഷിതത്വവും നിർഭയത്വവും കൊടുക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എത്ര നേരം ദുആ ചെയ്യണം? അതിന് നബി പറഞ്ഞു, അറബികൾക്ക് പരിചയമുള്ള സമയം പറഞ്ഞു. നിങ്ങളൊരു ചെറിയ ആട്ടിൻകുട്ടി എടുത്തിട്ട് അറുത്തതിൻ്റെ തോലുരിച്ചിട്ട് 4 ആൾക്ക് കൊടുത്തയക്കാൻ എത്ര സമയം വേണം? അവിടെ അറവിന് തെളിവുണ്ടാക്കണ്ട, ഒരു സമയം പറഞ്ഞ മനസ്സിലായില്ലേ? നബിസാൻ പറഞ്ഞു, ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് തോല് പൊളിച്ച് അതിനെ ഇറച്ചിയാക്കിയിട്ട് അടുത്ത വീട്ടിൽ കൊടുക്കാൻ എത്ര സമയം വേണം? ഒരു അരമണിക്കൂർ താഴെ സമയം. ഇത്രയെങ്കിലും നമ്മൾ ദുആ ചെയ്യണം നമ്മുടെ സഹോദരന് വേണ്ടി. കഴിഞ്ഞത്ര ആൾക്കാർ മരിച്ചാൽ നിങ്ങൾക്കറിയാമോ, മയ്യത്ത് കാണലിനല്ല പുണ്യം വെച്ച്. മയ്യത്ത് കാണൽ വലിയ കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ മയ്യത്ത് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല, ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റുമോ, അങ്ങനെയാണ് ആ ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. കണ്ടാലും ഇല്ലെങ്കിലും അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുക്കണം, മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കണം. ഒരാൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ ഒരു ഖൈറാത്ത് കൂലിയാണ്. ഒരു ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതം, വലിയ പർവ്വതം കണക്കെ സ്വർണം, അത്രയും വലിയ കൂലിയാണ് കിട്ടുക. ഒരു പർവ്വതത്തിന് അത്രയും വലിയ പ്രതിഫലം ഒരു മയ്യത്ത് നിസ്കരിച്ചാൽ. സംസ്കരണത്തിൽ പങ്കെടുത്താൽ 2 ഖൈറാത്ത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പങ്കെടുക്കാത്തവൻ അത് പോയി എന്നല്ലാതെ നമ്മൾ അനാവശ്യമായ ചർച്ചകളൊന്നും നടത്തേണ്ടതില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിക്കാനാണ് പറഞ്ഞത്. അവിടെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയരുത്. ഞാൻ പറഞ്ഞല്ലേ, ഇമാം അഹമ്മദ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സൗത്ത് കൊണ്ടും നാറ് കൊണ്ടും മയ്യത്തിനെ തുടരാൻ പാടില്ല, ശബ്ദം കൊണ്ടും അതേപോലെ അഗ്നി കൊണ്ടും. അത് ജാഹിലിയ ആചാരമാണ്. ജാഹിലിയ കാലത്തൊക്കെ മയ്യത്തുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കും, ചിലർ ഡാൻസ് കളിക്കും, ചിലർ ചെണ്ട മുട്ടും, അങ്ങനെയൊക്കെ മയ്യത്ത് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോഴുണ്ട് പല നാട്ടിലും അത്ര സമ്പ്രദായങ്ങൾ. ചിലർക്കൊക്കെ പരിചയം ഉണ്ടാവും മറ്റു ചില നാടുകളിലൊക്കെ പോയാൽ. അങ്ങനെ പാട്ടും ബഹളവും ഉണ്ടാക്കിയിട്ട് ചില ആൾക്കാർ മയ്യത്തിന് സന്തോഷമായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാവും, ഒരു നല്ല അവസ്ഥയിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. അതിന് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ വലിയ വിളക്ക് ദീപമൊക്കെ അലങ്കരിച്ച് പന്തൊക്കെ കത്തിച്ച് അങ്ങനെ പോകും, വെളിച്ചം കാണാനല്ല. പിന്നെ ആ മയ്യത്തിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെളിച്ചമൊക്കെ വെച്ച് അലങ്കരിച്ച് കൊണ്ടുപോകാൻ പാടില്ല. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പറഞ്ഞു, ഇവിടെ ശബ്ദമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ദിക്റോ ഖുർആനോ കൊണ്ടുപോലും ശബ്ദം ഉണ്ടാക്കരുത് അതിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അവിടെ അല്ല പറയണ്ട്. ഖുർആൻ വളരെ നല്ലതാണ്, പക്ഷേ സുജൂദും റുക്കൂലും ഖുർആൻ പറ്റൂല, അവിടെ പാടില്ല എന്ന് പറഞ്ഞ്. സുന്നത്ത് കിട്ടണമെങ്കിൽ മൗനായിട്ടുണ്ടണം. അപ്പോൾ ചില ആൾക്കാർ അറിയും, മയ്യത്ത് കൊണ്ടുപോകുന്ന നേരത്ത് ആളുകൾ ഇങ്ങനെ വർത്താനൊക്കെ പറയലുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി ആയല്ല. അത് അറിയാത്ത പടച്ചോനല്ല നിയമം ഉണ്ടാക്കി. നമ്മൾ യുക്തി കൊണ്ട് നമ്മൾ ധീരുണ്ടാക്കണ്ട. അവിടെ കൂലിട്ടണേയും മിണ്ടാതെ പോകണം. അവിടെ വർത്താനം പറയാനും പാടില്ല, ദിക്റെല്ലാനും പാടില്ല. നടന്നു പോകുന്ന ആളുകൾക്ക് മയ്യത്ത് മുന്നിൽ നടക്കാം, പിറകിൽ നടക്കാം, വലതുവശത്ത് നടക്കാം, ഇടതുവശത്ത് നടക്കാം. വാഹനത്തിൽ പോകുന്ന ആളുകൾ ഒരു കാരണവശാലും മയ്യത്തിൻ്റെ മുന്നിൽ പോകരുത്. മയ്യത്ത് പോയിട്ട് ബാക്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അനുബന്ധ മുറകൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാട് നീണ്ടുപോകും. സാന്ദർഭികമായി 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ അവിടെ ആ മയ്യത്ത് നമ്മൾ മറമാടി കഴിയേണ്ട താമസം, ആത്മാവുമായി പോയ മലക്കുകൾ തിരിച്ചു വരും, കുതിച്ചു വരും. അതേ വേഗതയിൽ ആത്മാവ് തിരിച്ചു കൊടുക്കും. ആ ശരീരത്തിലേക്ക് ആത്മാവ് മടക്കപ്പെടും. ആത്മാവ് മടക്കപ്പെട്ട ഒന്ന് ഉണരും. ഉണർന്നാൽ നമ്മൾ കുഴിച്ച ചെറിയ കുഴിയല്ല കേട്ടോ, അതിനി മാറ്റം വന്നു. അതിന് മിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, മരണത്തിന് പിറകെ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവർക്ക് പിന്നെ ഒരു മറയുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്തിൽ കാണാം. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഒരു മറയുണ്ടെന്നാണ് പരിചയപ്പെടുത്തി. ഒരു മറ, ആലമുൽ ബർസഖ്. മറ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റൂല. പിന്നെ ആ ഖബറിൽ ഇങ്ങനെ നിസ്കരിക്കാത്തവനെ പാമ്പ് ചുറ്റി, അതിനേക്കാളും ഗൗരവമുള്ള ശിക്ഷയാണ്. അത് പാമ്പ് ചുറ്റി ആരും ചെറുതാക്കണ്ട, മനസ്സിലായില്ലേ? ഉമ്മാനെ തെറി വിളിച്ച ആളെ തലയിൽ ആണി അടിച്ച് കയറ്റി, അതിൻ്റെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ ഒന്നും കിട്ടൂല, ബർസഖാണത്, ഒരാൾക്കാണ് കടന്നു ചെല്ലാൻ പറ്റൂല. നമ്മൾ ആ യഥാർത്ഥ ആലമുൽ ബർസഖിലേക്കുള്ള ഒരു വഴി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഇനി നമ്മൾ അവിടെ പിന്നെ ഒരു ഖബറ് കുഴിച്ച് അവിടെ മറമാടിയില്ല എന്ന് കരുതി ബർസഖിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുന്നവര് നബി ഒരാളെ കഥ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കഥ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീന്റെ ചില മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില ആയത്തുകൾ അത് വിശദീകരിച്ചിട്ട് മുഫസ്സിറുകൾ പലരും എടുത്തു ചേർത്തിട്ടുണ്ട്. ഇസ്രായേലികളിൽപ്പെട്ട ഒരാൾ മരിച്ചു. അയാൾ മരിച്ച സമയത്ത് ഒരു കാര്യം ചെയ്തു, ഒരു വസിയത്ത് എഴുതി വെച്ചു മക്കളോട്. സത്യവിശ്വാസിയാണ്, നല്ല തൗഹീദൊക്കെ ഉള്ള വളരെ കൃത്യമായ മാർഗത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അയാൾ ഒരു വസിയത്ത് എഴുതി വെച്ചു. എന്താ വസിയത്ത് എന്നറിയാമോ? അയാൾ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കത്തിച്ച് കളയണം, എൻ്റെ എല്ലും പല്ലും ഒക്കെ ഇടിച്ച് പൊടിക്കണം. ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി, ഒരു മുവഹിദാണ് ഈ വസിയത്ത് എഴുതിച്ച്. എന്നിട്ട് അത് നിങ്ങൾ ഏതെങ്കിലും നദിയിൽ കൊണ്ടുപോയി ഒഴുക്കി കളയണം. അങ്ങനെ അതേ പ്രകാരം ചെയ്തു. മക്കൾ വാപ്പാൻ്റെ വസിയത്ത്, അവർ വേണ്ടത്ര അറിവില്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല, മയ്യത്ത് കത്തിക്കാനും പാടില്ല. പക്ഷെ അവർ കത്തിച്ചു, അവർ എല്ലും പല്ലൊക്കെ പൊടിച്ചു. അങ്ങനെ അവർ കുറേ ഭാഗമാക്കിയിട്ട് ഒരുപാട് നദിയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കി കളഞ്ഞു. എന്നിട്ടോ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇതാ ഖദല്ലാഹു അംറൻ ഫയഖൂലു ലഹു കുൻ ഫയക്കൂൻ,
അതൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഈ പൊടിയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ആ മനുഷ്യൻ തന്നെ ആയി മാറി. ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ലോകം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദുനിയാവ് തന്നമാതിരി വേറൊരു ലോക, അത് ഖബറാന്നാരും വിചാരിക്കേണ്ട, അവിടെ പൊളിച്ചു നോക്കിയാൽ കാണുന്നും വിചാരിക്കേണ്ട. അതൊരു ലോകമാണ്, പ്രത്യേകിച്ചും ആത്മപ്രധാനമായ അനുഭവങ്ങളുള്ള ഒരു ലോകം. ആ ബർസഖിൽ, ആലമുൽ ബർസഖിൽ ഖബറിൽ എത്തും എല്ലാവരും. അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ മനുഷ്യൻ അവിടെ എത്തി, വിചാരണ തുടങ്ങി. അവിടെ വിചാരണ ഉണ്ടല്ലോ, 2 മലക്ക് വരും. എങ്ങനെയുള്ള മലക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്കിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ ഖുബ്ബിറ അഹദുക്കും മത്താഹു മലക്കാനി അസ്വദാനി അസ്റഖാനി. നിങ്ങളൊരാൾ മരിച്ചാൽ കടും കറുപ്പും നീലയും വർണ്ണത്തിലുള്ള 2 മലക്കുകൾ വരും. മുൻകർ എന്നൊരാളെ പേര്, നക്കീർ എന്ന് മറ്റൊരാളെ പേര്. അവർ പല ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് റബ്ബെന്ന് ചോദിക്കും, റസൂലിനെ കുറിച്ച് ചോദിക്കും, മതത്തെക്കുറിച്ച്, ദീനിനെ കുറിച്ച് ചോദിക്കും, കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കും, ഇമാമിനെ കുറിച്ച് ചോദിക്കും. അള്ളയാണ് എൻ്റെ റബ്ബെന്ന് പറയണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എൻ്റെ റസൂൽ എന്ന് പറയണം. അതേപോലെ പിന്നെ എൻ്റെ ഇമാം ഖുർആനാണെന്ന് പറയണം, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് പറയണം, എൻ്റെ അറിവ്, എൻ്റെ പ്രവർത്തനം അത് ഖുർആൻ അനുസരിച്ചുള്ളതാണ് എന്ന് പറയണം. ഇതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കും. മുനാഫിഖാണെങ്കിൽ എന്താ പറയാ അറിയോ? സമയത്ത് നാസ് യഖൂലൂന ഖൗല. നാട്ടുകാർ പലതും പറഞ്ഞെന്ന് റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോഴും റസൂൽ ആരാന്ന് ചോദിക്കുമ്പോഴും ഇമാം ഏതാന്ന് ചോദിക്കുമ്പോൾ ഈ പിന്നെ ദീൻ ഏതാന്ന് ചോദിക്കുമ്പോഴൊക്കെ നാട്ടുകാർ പല അഭിപ്രായം പറഞ്ഞു. എനിക്കൊരു ഉറപ്പൊന്നും ആയിട്ടില്ല. ഫഖുൽ ലാ അദ്രി, എനിക്ക് അറിഞ്ഞൂല കേട്ടോ, ശരിക്കും എനിക്ക് അറിഞ്ഞൂല. കാരണം പഠിച്ചെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ബിദഅത്ത് ചെയ്ത ആൾക്കേണ്ട റസൂല് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കഴിയില്ല. മുഹമ്മദ് നബിയെ തള്ളിയ ആളുകൾക്ക് ഖബറിങ്കിൽ ചെന്ന് സുജൂദ് ചെയ്ത് സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹരില്ല, അള്ളയാണ് എന്റെ ഇലാഹി എന്ന് മൊയ്തീൻ ശൈഖെ ബദരീങ്ങളെ എന്ന് വിളിച്ച് മരിച്ചു പോകുന്ന ഒരാൾക്ക് പറയാൻ കഴിയില്ല. നാവ് പൊങ്ങില്ല. ആ സമയത്ത് പൊങ്ങണമെങ്കിൽ വിശ്വാസം കൃത്യമായിരിക്കണം. ഷഹാദത്ത് കലിമ 2, ലാ ഇലാഹ ഇല്ലല്ലാഹും വേണം, മുഹമ്മദ് റസൂലുള്ളാഹിയും വേണം. എന്നാലേ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് പറയാൻ പറ്റൂ. റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പറ്റൂ. ഇമാമുക്കാന്ന് ചോദിക്കുമ്പോൾ ഇമാം ഷാഫിയാണ് ഇമാം എന്നല്ല, അൽ ഖുർആൻ ഇമാമി, ഖുർആനാണ് എൻ്റെ ഇമാം. ഇതിങ്ങനെ കോപ്പി അടിച്ചു കൊടുക്കും ചില നാട്ടിൽ. ഇവിടെ സമ്പ്രദായം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മയ്യത്ത് മറമാട് നേരത്തെ ചില മുസ്ലിയാക്കന്മാർ വന്നിട്ട് ആദ്യം ചൊല്ലിക്കൊടുക്കും. തൽഖീൻ അതിന് പറയാം, ചൊല്ലിക്കൊടുക്കുക. തൽഖീൻ ആകെ ഒരു തൽഖീനേ ഉള്ളൂ. മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്ത ആളാണെങ്കിൽ ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ വേണ്ടിയിട്ട്. ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തുടക്കവും കൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലാതെ ഒരു തൽഖീനില്ല. ഇവിടെ എൻ്റെ റബ്ബ് ആരാ? അള്ളാ എൻ്റെ റബ്ബ്. മനസ്സിലായില്ലേ? എൻ്റെ ഇമാം ആരാ? ഖുർആനാ ഇമാം. ഇതുവരെ അബു ഹനീഫയാണ് അല്ലെങ്കിൽ ഇമാം ഷാഫി ആണെങ്കിൽ 4 ഇമാം ആകണം എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ മാറ്റി. മരിച്ചു കഴിഞ്ഞാൽ പറയാം ഖുർആനാ ഇമാം. അത് അവിടെ എഴുതി വെച്ചു, കടലാസ് എഴുതി ചുരുട്ടി വെച്ച് കൊടുത്താലോ നിങ്ങൾ ഓതി കൊടുത്താലോ ഒന്നും പറയാൻ കഴിയില്ല. മരിക്കുന്നവരെ ആ ജീവിതം. അതുകൊണ്ട് ഉസ്താദുമാരോട് മരിക്കണേ നമ്മൾ പഠിപ്പിച്ചു തരാൻ പറഞ്ഞോളി. ഖുർആൻ എന്ത്, തൗഹീദ് എന്താണ്, അതേപോലെ തന്നെ സുന്നത്ത് എന്താണ്, ഈ ഓരോ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്കാ കഴിയുക? അതൊക്കെ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ മറുപടി പറയാൻ കഴിയില്ല. സത്യവിശ്വാസികൾ കറക്റ്റായിട്ട് ഉത്തരം പറയും. ഒരു റൗണ്ട് ചോദ്യമാണോ? അല്ല. നേരത്തെ ഞാൻ ഒരാളെ സൂചിപ്പിച്ചില്ല, ഇസ്രായേലി. അയാളോടൊരു ചോദ്യം അധികം ചോദിച്ചതായിട്ട് കാണാം. അയാൾ ചോദിച്ചു, നീ എന്തിനാണ് മരിക്കുമ്പോൾ നിന്റെ ശരീരം കത്തിച്ച് കളയാൻ വേണ്ടി കൽപ്പിച്ചത്? അപ്പം അയാൾ പറയാ, എന്ത്, ഞാൻ ഇങ്ങനൊരു വിചാരണ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് തന്നെ. എന്നിട്ടോ അള്ളാഹുവിൻ്റെ വിധി അലംഘനീയമാണ്, അത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതെന്തിനാണ് നബി സല്ലല്ലാഹു നമുക്ക് പറഞ്ഞത്? ഖബറൊന്നും ആരും കഴിച്ചിലാവില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ വീട്ടിലൊരു സംസാരം. ആയിഷാ ബീവിയും ഒരു ജൂതപ്പെണ്ണും തമ്മിൽ. ആദക്കില്ലാഹി മിൻ അദാബിൽ ഖബർ എന്ന് പറഞ്ഞൊരു ജൂതപ്പെണ്ണ്. ഖബർ തന്നെ, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹ് എന്നെ കാക്കട്ടെ എന്നാണ്. ഖബർ ശിക്ഷയൊക്കെ നരകത്തിലല്ലേന്ന് ചോദിച്ചു. ആയിഷാ ബീവി ചെറിയ കുട്ടിയാണ്, അത്ര പ്രായമൊന്നുമില്ല, അവരത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർ ചോദിച്ചത്, പിന്നെ അന്നത്തെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖബർ ശിക്ഷ നരകത്തിലല്ലേ ശിക്ഷയുള്ളൂ? അവർ പറഞ്ഞല്ല, ഞാൻ ഖബർ ശിക്ഷ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആ സ്ത്രീ പഠിച്ചു വെച്ച് പറഞ്ഞാണ്. റസൂൽ, ജൂതന്മാർ പല കളവും പറയാറുണ്ട്, അവിടെയാണ് ആയിഷാബിക്ക് വിശ്വാസമില്ലാതെ പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പറഞ്ഞ സത്യമാണ് കേട്ടോ, ഇന്ന അദാബൽ ഖബ്രി ഹഖ്ഖുൻ, ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ഹക്കാണ്. എന്നിട്ട് ആയിഷാ ബീവി പറയാണ്, ആ ഹദീസ് വിശദീകരിച്ചിട്ട് ആയിഷാ ബീവി പറയാണ്, ഫമാ സല്ലാ ബഅദ യൗമഇദിൻ ഇല്ലാ ഖാല ദുബറ കുല്ലി സലാത്ത്. എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരു നിസ്കാരത്തിന്റെ അവസാനത്തിൽ നബി ഇങ്ങനെ പ്രാർത്ഥിക്കാതെ നിസ്കാരത്തിന് സലാം വീട്ടിയിട്ടില്ല. ഏതാ പ്രാർത്ഥന? റബ്ബ ജിബ്രാഈല വ മീകാഈല വ ഇസ്രാഫീൽ അഇദ്നി മിൻ ഹർരിന്നാരി വ അദാബിൽ ഖബർ. ജിബ്രീലിന്റെയും മീകാഈലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബേ, നരകത്തിന്റെ ചൂടിൽ നിന്നും ഖബറിന്റെ കെടുതിയിൽ നിന്നും നീ എന്നെ കാത്തു രക്ഷിക്കണമേ.
എന്ന് നബി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടുള്ളത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥന ചെല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടില്ല. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും നിങ്ങൾ ഇത് ഒഴിവാക്കരുത്. നേരത്തെ മയ്യത്ത് അൻസാരിയുടെ മയ്യത്ത് മറമാടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തല്ലോ സത്യവിശ്വാസിയുടെ മരണം എങ്ങനെയാണ്, നിഷേധിയുടെ മരണം എങ്ങനെയാണ്. ആദ്യം നബി പറഞ്ഞ വാചകം എന്താ അറിയോ? ഇസ്തഈദു മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിങ്ങൾ ശരണം തേടിക്കോളൂന്ന. ഖബർ ശിക്ഷയുടെ കെടുതിയെപ്പറ്റി പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കറിയണം, പ്രവാചകരെ അവിടെ വൻകുറ്റത്തിന് മാത്രമാണോ ശിക്ഷ? ശിർക്ക്, കുഫർ, ഇങ്ങനെയുള്ള കുറേ വലിയ വലിയ കുറ്റങ്ങളുണ്ടല്ലോ, പലിശ, വ്യഭിചാരം, കൊലപാതകം, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ, വ്യഭിചാര ആരോപണം, ഇങ്ങനെയുള്ള വൻകുറ്റങ്ങൾക്ക് മാത്രമാണോ ശിക്ഷ എന്ന് ചോദിച്ചു. അതിനൊക്കെ ശിക്ഷ ഉണ്ട്, അതിന് മാത്രമല്ല. ശിർക്കിനും കുഫറിനും മാത്രമല്ല, അതേതായാലും ഉണ്ട്. അള്ളാഹ് ശിക്ഷിക്കൽ 3 സമയത്താണ്. അത് ഖുർആനിലുണ്ട്. എവിടെയുള്ളത്? സൂറത്തു തൗബ 101-ാമത്തെ ആയത്ത്. സനുഅദ്ദിബുഹും മറത്തൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അളീം. 2 തവണ നാം അവരെ, അവിശ്വാസികളെ നാം ശിക്ഷിക്കും, പിന്നീട് അവരെ വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ആദ്യം 2 തവണ ശിക്ഷിക്കും, പിന്നെ 3-ാമത്തെ ശിക്ഷയിലേക്ക് കൊണ്ടുവരും. ഇബ്നു അബ്ബാസ് എന്നാ പറയുന്നത്, ആദ്യത്തെ 2 തന്നെ അദാബ് ദുനിയാവിന്റെ ശിക്ഷ, 2-ാമത്തെ അദാബുൽ ഖബറിലെ ശിക്ഷ. CN അഹമ്മദ് മൗലവിയെ പോലെ ജയകന്നൂരിനെ പോലത്തെ ആൾക്കാരെ കളിയാക്കിയിട്ടുണ്ട്. അവർക്ക് ആ കളിയാക്കിയ ശിക്ഷയും കൂടി തൗബ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഏറ്റവും അങ്ങോട്ടിരുന്നു മാത്രം. തൗബ ചെയ്തിട്ടുണ്ടല്ലേ നമുക്ക് അറിഞ്ഞൂടാ. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നവർക്കുണ്ട് അവിടെ ശിക്ഷ, മനസ്സിലായത്? 3-ാമത്തേത് നരകശിക്ഷ. ചിലപ്പോൾ അള്ളാഹു ദുനിയാവിലെ ശിക്ഷ കൊണ്ട് തന്നെ കൂടുതൽ നന്മയുള്ള തൗഹീദും സുന്നത്തൊക്കെ ഉള്ള ആള് മറ്റു കുറെ തെറ്റൊക്കെ ചെയ്താൽ കുറേയൊക്കെ തൗബ കൊണ്ട് മാഞ്ഞു പോകും, നിസ്കാരം കൊണ്ട് കുറെ മയക്കും, പുണ്യം കൊണ്ട് കുറെ മയക്കും. എന്നിട്ടും തെറ്റുകുറ്റം, മനുഷ്യരല്ലേ, തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, സ്വാഭാവികം സംഭവിക്കും. മനുഷ്യന്മാർ തെറ്റ് വരുന്ന പ്രകൃതത്തിലാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും തെറ്റ് ബാക്കിയായാൽ അള്ളാഹു ദുനിയാവിൽ ചില ശിക്ഷ തരും. മാറാ രോഗങ്ങളോ, കഠിനമായ വേദനയോ, അല്ലെങ്കിൽ സുനാമി തിരമാലയോ, അതല്ലെങ്കിൽ പ്രളയമോ, ചരൽവർഷമോ, ഭൂചലനമോ, അങ്ങനെയുള്ള ശിക്ഷയൊക്കെ തരും. ചിലർക്ക് അതോടുകൂടി തീരും, ചിലർക്ക് അതും ഉണ്ടാകും. ഇപ്പോൾ സംഗീതവും പാട്ടും മ്യൂസിക് കള്ളൊക്കെ കൂടിയാൽ ദുനിയാവിൽ തന്നെ ചരൽവർഷവും കോലം മാട്ടിലൊക്കെ ശിക്ഷയായിട്ട് കിട്ടുന്ന ഹദീസിലുണ്ട്. അറിയാം, മ്യൂസിക്കും ഡാൻസും പാട്ടാണ്. ചിലർക്ക് അവിടെ കൊടുത്താൽ അള്ളാഹ് മതിയാക്കൂല, അവിടെയും കൊടുക്കും, ഖബറിലും കൊടുക്കും. ചിലർക്ക് അള്ളാഹ് ദുനിയാവിലും കൊടുക്കും, ഖബറിലും കൊടുക്കും, നരകത്തിലും കൊടുക്കും. ചിലർക്ക് 2 കൂടെ അള്ളാഹ് മതിയാക്കും. ചിലർക്ക് അള്ളാഹു ദുനിയാവിൽ ശിക്ഷ കൊടുത്തില്ല എന്ന് വരും, പക്ഷെ ഖബറിലെ ശിക്ഷയൊന്നും അവർ കഴിച്ചിലാവില്ല. തൗബ കിട്ടാതെ മരിച്ചാൽ ഖബറിൽ ശിക്ഷ ഉറപ്പാണ്, നരകത്തിന് ശിക്ഷ ഉറപ്പാണ്. അങ്ങനെ സംഭവിക്കാം. അത് നമ്മൾ ശരിക്കും ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. ഏതായിരുന്നാലും വൻകുറ്റങ്ങൾക്കല്ലാത്തതിന് ശിക്ഷ നേട്ടുമ്പോൾ സ്വഹാബികൾ പേടിച്ചു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ഖുത്ബയിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് മാത്രം പറഞ്ഞു. നിങ്ങൾക്കറിയോ, അന്ന് ജുമുഅ കഴിഞ്ഞിട്ട് ആളുകൾ ഭക്ഷണം കഴിക്കാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാണ് പോയിട്ടില്ല. അസ്മാ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വഹാബികൾ തേങ്ങിക്കരയുന്നത് ഞങ്ങൾ വരെ കേട്ടു. പുറത്തേക്ക്, പള്ളിയുടെ പുറത്തേക്ക് വരെ എന്ത് ചെയ്തു, അത് കേട്ടിരുന്നു. അത്രമാത്രം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എപ്പോൾ ഖബർ കണ്ടാലും അദ്ദേഹത്തിന് കരച്ചിൽ വരും. പ്രവാചകന്റെ അരികിൽ നിന്ന് ഖബറിന്റെ കെടുതിയെപ്പറ്റി നേരിട്ട് കേട്ട സഹാബിയല്ലേ, അദ്ദേഹത്തിന് വലിയ വിഷമം. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന് കരഞ്ഞിട്ട് ഇങ്ങനെ താടിരോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഒഴുകുമ്പോൾ ആൾക്കാർ പറഞ്ഞു, തദക്കറിൽ ജന്നത്തെ വന്നാറ ഫലാത്തെടുക്കി, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് നരകത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുക, കരയാതിരിക്കും. അപ്പം അദ്ദേഹം പറയാം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഞാനങ്ങനെ കരയാതിരിക്കും, റസൂൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നൽ ഖബറ അവ്വലു മൻസിലത്തി മിൻ മനാസിലിൽ ആഖിറ, പരലോക ഭവനങ്ങളിൽ 1-ാമത്തെ വീട് ഖബറാണ്. മരിച്ചിപ്പോൾ ഇന്ന് ഇവിടെ മരിച്ച അടുത്ത നിമിഷം അവിടെ എത്തി, ഒരുപാട് കാലം കഴിയണ്ട, അടുത്ത നിമിഷം അവിടെ എത്തി. അങ്ങനെ ആ ഖബറുണ്ടല്ലോ, പരലോകത്ത് 1-ാമത്തെ വീടാ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ, അതിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളത് വളരെ എളുപ്പമാണ്. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ, അതിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് ശേഷമുള്ളത് അതിനേക്കാൾ കഠിനാണ്. ഖബറിൽ രക്ഷപ്പെട്ടാൽ പിന്നെ സ്വർഗ്ഗമാണ്, ഖബറിൽ ഒരാൾ കുടുങ്ങിയാൽ പിന്നെ നരകാണ്. ഇത് ആലോചിച്ചിട്ടാണ് കരയുന്നത്. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മൻലറൻ ഖത്തു ഇലൽ ഖബറ അഫ്ള മിൻഹു, ഞാൻ ഖബറിനേക്കാൾ വികൃതമായ മോശമായ മറ്റൊരു സംഗതി കണ്ടിട്ടേ ഇല്ല. ഇസ്രാ മിറാജ് പോയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് ഖബറിലുള്ള ചില ശിക്ഷകൾ കാണിച്ചു കൊടുത്തു. ഖബറിലുള്ള രംഗത്തെക്കാൾ മോശമായൊരു രംഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്ക് നേരല്ല.
ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ചെറിയ കുട്ടികൾ മരിച്ചാൽ പോലും നബി ഖബർ ശിക്ഷയിൽ നിന്ന് കരകയറ്റി കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അറിയാം, കുട്ടികൾ ഇന്ന് ഒരു ശ്വാസം വലിച്ച് മരിച്ച കുട്ടികൾ മയ്യിസ്കരിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നബിയുടെ മര്യാദയുമാണ്. എന്നിട്ടോ അവിടെ ഇതാ ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരിക്കൽ 2 ഖബറിൻ്റെ ഇടയിലൂടെ നബി ഇങ്ങനെ നടന്നു പോവാം. ആ നടന്നു പോകുന്ന സമയത്ത് പ്രവാചകൻ പറയും, ഇന്നഹുമാ ലയുഅദബാൻ മാ യുഅദബാനി ഫീ കബീർ. വലിയ കുറ്റത്തിനൊന്നും അല്ല കേട്ടോ. തൗഹീദും സുന്നത്തൊക്കെ ഉള്ള ആൾക്കും ഖബറിൽ ചിലപ്പോൾ ശിക്ഷ ഉണ്ടാവും. എന്താ, വലിയ കുറ്റത്തിനൊന്നും അല്ല. 2 ആൾക്കും ശിക്ഷ ഉണ്ട്. 2 ഖബർ ചൂണ്ടിയിട്ട് നബി പറഞ്ഞു. അതിങ്ങനെ ഖബറിന് മുകളിലൊരു ചെടി വെച്ച് ആ ചെടി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തഴച്ചു വളർന്നാൽ ശിക്ഷ ഉണ്ടാവില്ല എന്നും, ചെടി ഉണങ്ങിപ്പോയാൽ അയാൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നുണ്ടെന്നൊന്നും വിധി പറയാൻ നിൽക്കണ്ട. അത് പ്രവാചകന്റെ കാലത്ത് ഒരാളുടെ വിഷയത്തിൽ മാത്രം നടന്നൊരു സംഭവം. അത് പ്രവാചകന്റെ മുഴുവത്തിൽപ്പെട്ട ഒരാളെ വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചെടി അവിടെ കുഴിച്ചത്, അത് തഴച്ചു വളർന്നാൽ അയാൾ നല്ലവനാണ്. അത് പ്രവാചകൻ ഒരുപാട് സ്വഹാബികളെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകർ പറയാൻ കഴിയും. നമ്മൾ ചിലപ്പോൾ ഒരു അവിശ്വാസിയുടെ ഖബറിന് പോകണം, ചിലപ്പോൾ ചെടികൾ തഴച്ചു വളർന്നു വരും. അത് വിചാരിച്ചിട്ട് അയാൾ സ്വർഗത്തിൽ പോയി എന്ന് വിലയിരുത്തണ്ട. ഒരു സത്യവിശ്വാസിനോട് ആ മണ്ണ് മോശമാണെങ്കിൽ ഉണങ്ങിപ്പോയി എന്നും വരും. അതുകൊണ്ട് അയാൾ മോശമെന്ന് ആ ജാതി വിലയിരുത്തലൊന്നും വലിയ കാര്യമില്ല. അതിന് നമ്മൾ മെനക്കെടും വേണ്ട. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, ഈ 2 ആൾക്ക് ശിക്ഷ ഉണ്ട്, വലിയ കുറ്റമൊന്നുമല്ല. ഒന്നാമത്തെ ആൾ നമീമത്തുമായി നടക്കുന്നവനാണ്. മറ്റ് സഹോദരങ്ങളെ കുറിച്ച് ആക്ഷേപിക്കുന്ന വർത്തമാനങ്ങൾ. നമുക്കൊരു ന്യൂസും കൊണ്ട് കിട്ടിയാൽ മതി, തെളിവൊന്നും വേണ്ട. ഒരു പത്രത്തിൽ വന്നു, ചാനലിൽ വന്നു, പിന്നെ അതിൻ്റെ ചർച്ച എല്ലാവർക്കും. ഒരു വിശ്വാസിക്ക് പറ്റിയ പണിയല്ല. പ്രത്യേകിച്ചും വ്യഭിചാരാരോപണം പോലുള്ള കാര്യമാണെങ്കിൽ 4 സാക്ഷി കണ്ണുകൊണ്ട് കാണണം. എന്നാൽ തന്നെ പറഞ്ഞെടുക്കാനും പറ്റൂല. കോടതിയിൽ ഇടപെട്ട് ശിക്ഷിക്കാന്നല്ലാതെ നാട്ടുകാർ ചർച്ച ചെയ്യാനോ പറയാനൊന്നും പറ്റില്ല. ആരുടേതാണെങ്കിലും ശരി, മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാനിടയുണ്ട്. ഉണ്ടെങ്കിൽ പോലും അവർക്കത് നന്നാകാനും വിശുദ്ധമായി ജീവിതം നയിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, വ്യക്തമായി ബോധ്യമുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക എന്നൊക്കെ അല്ലാതെ ജനങ്ങളെ അവഹേളിച്ച് നടക്കുന്നവർ അവനാ നല്ലതാന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മൾ അവനവൻ്റെ തെറ്റുകുറ്റങ്ങളെ പറ്റി ചിന്തിക്കാനും അതിനെപ്പറ്റി വേവലാതിപ്പെടാനാണ് പഠിക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. സംസ്കാരം വേറെ രൂപത്തിലാണ് പലപ്പോഴും വരാറുള്ളത്. ഏതോ ആകട്ടെ, ഒന്നാമത്തെ ആള് നമീമത്തുമായി നടക്കുന്നവൻ അഗ്നിയുടെ കത്രികകൾ കൊണ്ട് ഖബറിൽ വെച്ച് അവന്റെ ചുണ്ടുകൾ കത്തിരിച്ച് കളയും. ഇന്നിപ്പം മരിച്ച് മയ്യത്ത് മറമാടിയാൽ അപ്പം തുടങ്ങും. രാവിലെയും വൈകുന്നേരമായി ശിക്ഷ. ഖബറിൽ 24 മണിക്കൂറല്ല, അവിടെ മണിക്കൂർ തന്നെ മരിച്ച സമയമൊന്നുമില്ല. എന്നാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു, ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. ഖബറിൽ ഒരു ദിവസം 50,000 കൊല്ലമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിലെ ആയത്ത് ഓതിയിട്ടാണ് ഖബറിൽ ദിവസത്തിന് വലിപ്പം. 50,000 കൊല്ലം ഒരു ദിവസം. അങ്ങനെ എത്ര കാലം? പ്രവാചകൻ പറഞ്ഞു 40 ദിവസമാണോ? യൗമൻ അല്ല. ഷഹ്റൻ മാസമാണോ? അല്ല. സനത്തൻ വർഷമാണോ? പ്രവാചകൻ മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ അതും അല്ല എന്ന് പറഞ്ഞു. ചുരുങ്ങിയ 40 കൊല്ലം ഖബറിൽ കിടക്കണം. അപ്പോൾ അതിൽ ഒരു ദിവസത്തെ 50,000 കൊല്ലം. അങ്ങനെയുള്ള ഒരു കൊല്ലം, ഒരു ദിവസം 50,000 കൊല്ലം, അങ്ങനെയുള്ള ഒരു കൊല്ലം, അങ്ങനെയുള്ള 40 കൊല്ലം. അതായത് ആദം നബിയുടെ കാലത്ത് മരിച്ചവരുടെ ഖബറിൽ ഇപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഖബറിൽ എല്ലാവർക്കും ദിവസം കണക്കാ. ലോകത്ത് അവസാനം മരിക്കുന്ന ആൾക്കും ആദ്യം മരിക്കുന്ന ആൾക്കും നമ്മൾ വിചാരിച്ചു ആദ്യം മരിച്ചത് എത്ര കാലം ഖബറിൽ കിടക്കണം. നമ്മളൊക്കെ ഏതാണ്ട് അവസാന കാലത്താണ് അല്ലേ? മുഹമ്മദ് നബി വന്നു, അവസാനത്തെ നബി വന്നു, കുറച്ച് ദിവസം കടന്ന് നാളെ എണീറ്റ് വരാൻ വിചാരിക്കണ്ട. ഖബറിലെ ഈ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ദിവസങ്ങൾ, അങ്ങനെയുള്ള 40 വർഷത്തെക്കാൾ വലുപ്പമുള്ള, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആഴമേറിയ ഒരു കാലഘട്ടം കാത്തിരുന്ന് അതിന്റെ രാവിലെയും വൈകുന്നേരവുമുള്ള അനുഭവങ്ങൾ നുകർന്നതിന് ശേഷമല്ലാതെ ഒരാൾക്ക് ഉയർത്തെഴുന്നേൽപ്പില്ല കേട്ടോ. പഠിച്ചു വെച്ചോളൂ. പടച്ചവനൊട്ടും അനീതി കാണിക്കില്ല, എല്ലാവർക്കും ഒരുപോലെ. എന്താ ശിക്ഷ? ഇപ്പോൾ തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞത്. പരദൂഷണം പറഞ്ഞൊരു കത്തിരിക്കും. രണ്ടാമത്തതോ ബൗലി, മൂത്രവിസർജന സമയത്ത് മറ സ്വീകരിക്കാത്ത ആൾ. ഈ റോഡിന്റെ സൈഡിൽ മൂത്രമൊഴിക്കൽ വലിയ ഖബറിൽ ശിക്ഷ കിട്ടുന്ന കുറ്റം. ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, മറയിൽ മൂത്രമൊഴിക്കാൻ പാടുള്ളൂ. മൂത്രപ്പുരകളിൽ മറ സൗകര്യം നമ്മൾ ഉണ്ടാക്കണം. വലിയ കുറ്റമാണ്. മലമൂത്ര വിസർജനത്തിൽ മര്യാദ സ്വീകരിക്കാത്തവർക്ക് പോലും ഖബറിൽ ശിക്ഷയുണ്ട്. മര്യാദക്ക് മനോഹരിക്കാത്തവർ അല്ലേ? ഇതാണ് രണ്ട് കാര്യങ്ങൾ ഖബറിലെ ശിക്ഷകൾ. ഇനിയോ കവർച്ചക്കാർക്ക്, അതിന് വലിയ കോടിക്കണക്കിന് റുപ്യ ബാങ്കിൽ പോയി കവരൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് സ്വഹീഹ് മുസ്ലിമിൽ, ഒരു യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് മിദ്അം എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. അയാളെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അയാൾ നല്ല പ്രവാചകനടുത്ത് കൂടിയതാണ്. മുനാഫിഖ. ആളുകളൊക്കെ അറിയില്ലല്ലോ, പ്രവാചകൻ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. മുനാഫിക്കുകളെ പ്രവാചകൻ വഹി അനുസരിച്ച് പലരെ അറിയാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ അറിഞ്ഞത്. ഈ മിദ്അം വന്നത് ജയിക്കുന്നു ഉറപ്പ് തോന്നിയ യുദ്ധത്തിനാണ്.
മുസ്ലിങ്ങൾക്ക് ജയിക്കാൻ അങ്ങനത്തെ ഒരു മുനാഫിക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞു പോകും. ഉഹദ് എന്നൊക്കെ പോയത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ പലയിടത്തും മുനാഫിക്കുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഖന്തക്കിലൊക്കെ. പക്ഷേ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു ഇതിനൊക്കെ വരും ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പങ്ക് കിട്ടാനാണ്. പങ്കെടുത്താൽ തന്നെ എന്ത് ചെയ്യും, അവർ യുദ്ധത്തിൻ്റെ മുൻനിരയിലൊന്നും വരില്ല, അവരിങ്ങനെ ഒഴിഞ്ഞു ഞാൻ നിൽക്കും. അപ്പോൾ ഇദ്ദേഹം യുദ്ധാനന്തര സ്വപ്നം കിട്ടാൻ വേണ്ടിയിട്ടായി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്തൊക്കെ എടുത്ത് പ്രവാചകൻ എന്താ ആവശ്യം വെച്ചാൽ അങ്ങനെ നിന്നപ്പോൾ ആളുകൾക്ക് നല്ല അഭിപ്രായം. അങ്ങനെ ആരോ ഏതൊരു അമ്പ് തെറ്റിത്തെറിച്ച് ഇയാളെ ശരീരത്തുകൊണ്ട് അയാൾ മരിച്ചു. യുദ്ധം ചെയ്ത് മരിച്ചതൊന്നുമല്ല, പക്ഷെ ആളുകളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, പ്രവാചകന് ഖിദ്മത്തെടുക്കാൻ മരിച്ച ഒരാളല്ലേ. അതുകൊണ്ട് ഹനീ അൻ ലഹുൽ ജന്ന, മംഗളം, അയാൾക്കാണ് സ്വർഗം, മിദ്അമിനാണ് സ്വർഗം എന്ന് ചില സ്വഹാബികൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, കല്ല, ഇല്ല, അയാൾക്ക് സ്വർഗം ഇല്ല. വഹീൽ അടിത്തറി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ, അല്ലാഹു സത്യം, ഇന്ന ശംലത്തല്ലത്തി അഖദഹ യൗമ ഖൈബർ മിനൽ മഗാനിം ലം തുസിബ്ഹൽ മഖാസിം. ഖൈബർ ഇത് നടക്കുമ്പോൾ യുദ്ധസ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് അതിൽ നിന്നൊരു സ്വത്ത് കവർന്നെടുത്തവനാണിവൻ. ഒരു പുതപ്പ് കട്ടാളാ, നല്ലൊരു പുതപ്പ് കണ്ടപ്പോൾ ഓഹരി വെക്കുമ്പോഴേക്കും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ചുമപ്പുറം എല്ലാം മടക്കി കൊണ്ടുപോയി. അതിനാണ് യുദ്ധക്കളത്തിൽ വരുന്നത്. ഒരു പുതപ്പ് കട്ടാൽ മതി ഖബറിൽ ശിക്ഷ കിട്ടാൻ. മനസ്സിലായത്? ഇത് കേട്ടപ്പോൾ എന്താ ഉണ്ടായെന്നറിയാം. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലൊക്കെ ഉണ്ട് ഹദീസ്. ഫലമ്മാ സമിഅ ദാലിക നാസു ജാഅ റജുലുൻ ബിശറാക്കിൻ ഔ ശറാക്കൈൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഒരു ചെരുപ്പും കൊണ്ടുവന്നു, ഒരു ചെരുപ്പിൻ്റെ വാറ്, അല്ലെങ്കിൽ 2 ചെരുപ്പും കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. ഇത് ഞാനിങ്ങനെ ഒരിക്കൽ ചെരുപ്പ് നല്ല കണ്ടപ്പെട്ടു പോയതാണ്. നബി ആ ചെരുപ്പ് ഇങ്ങനെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാ, ഷിറാക്കും മിന്നാർ, ഇത് തീയിൻ്റെ ചെരുപ്പിൻ്റെ വാറാകട്ടോ, ഈ ചെരുപ്പിനെ കബറിലിട്ടി, ഈ ചെരുപ്പ് നീ കബറിലിടേണ്ടി വരും അല്ലേ. പുതപ്പ് കട്ടവനെ തീയിൻ്റെ പുതപ്പ് കൊണ്ട് പുതയ്ക്കും. എന്താ വിചാരിച്ച്? അവനാൻ്റെ കൈശാലൊരു പേനുണ്ടെങ്കിൽ ഇതിൻ്റെതാണോന്ന് ചിന്തിക്കണം. നമ്മൾ ആരാൻ്റെ പറമ്പെന്ന് മാവിന് കല്ലെറിഞ്ഞ് കുട്ടികൾ മാങ്ങയായിട്ട് വരുമ്പം കഴുകി തിന്നോന്ന് മാത്രം ചോദിച്ചാൽ പോരാ, സമ്മതം ചോദിച്ചിട്ടുണ്ടോ എന്നും കൂടി ചോദിക്കണം. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഓടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വെച്ചു. എവിടേക്കാ ഓടുന്നെന്ന് ചോദിച്ചു. നിസ്കാരം കഴിഞ്ഞാൽ ദിക്ർ ഇതാക്കല്ലേ, അങ്ങനെ ഓടിപ്പോകാൻ പാടുണ്ടോ? അതേപോലെ അതല്ല പ്രവാചകരെ, ഞാൻ പോകാൻ കുറച്ച് ലേറ്റായി, എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, ഇവർ എണീറ്റ ഉടനെ അയൽവക്കത്തെ മാവിൻ്റെ ചോട്ടുക്ക്, അവരോടുമ്പോൾ ഈത്തപ്പൻ്റെ ചോട്ടുക്ക് ഓടും. അപ്പോൾ അവിടെ ഈത്തപ്പൻ അങ്ങനെ രാവിലത്തെ കാറ്റിന് എൻ്റെ മുറ്റത്ത് വന്ന് വീഴും. കുട്ടികളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. അവർ അയൽവാസിയുടെ ഈത്തപ്പ എടുത്ത് വായിലിടും. നാളെ എങ്ങാനും പടച്ചോണ്ട് ഞാൻ മറുപടി പറയണമല്ലോ എന്ന് വിചാരിച്ചു. കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് ആ ഈത്തപ്പഴം പെറുക്കി അതിന് ഉടമസ്ഥന് കൊടുക്കാനായി പോണത്. മനസ്സിലായത്? നമ്മുടെ അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ പഠിച്ച ഒരുപാട് മാപ്പ് തരും, നമ്മൾ തൗബ ചെയ്യണം, അതൊക്കെ വേറെ വിഷയം. പക്ഷെ കരുതിക്കൂട്ടി നമ്മളിങ്ങനെ ആരാൻ്റെ സ്വത്ത് കയ്യിൽ വെക്കണോ? അതിർത്തികളുടെ കാര്യത്തിൽ ജ്യേഷ്ഠാനിയന്മാർ വരെ കള്ളത്തരം കാണിക്കാറില്ലേ, അടിയുണ്ടാക്കാറില്ലേ, കേസ് കൂടാറില്ലേ? സഹോദരന്റെ അയൽവാസിയുടെ 1 സെന്റ് സ്ഥലം അന്യായമായി കയ്യിൽ വെച്ചാൽ ഖബറിലും നരകത്തിലും പടച്ചോൻ വെറുതെ വിടൂല. 7 ഭൂമിയാണ് അവന്റെ മുതുകത്തള്ള ഏറ്റി വെക്കുക. അറിയാമോ നമുക്ക്? ശിക്ഷയുണ്ട്. നരകത്തിൽ വേറെ, ഖബറിൽ വേറെ. നുണ പറയുന്ന ആള്, അതിന് അന്താരാഷ്ട്ര പെടായി ഒന്നും പറയണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജാബിർ റളിയല്ലാഹുവിന്റെ ഉമ്മ വന്നു. ജാബിർ റളിയല്ലാഹു ചെറിയ കുട്ടിയാ. പ്രവാചകൻ മോൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ മോൻ കളിക്കാൻ പോയത്. അപ്പോൾ മോനെ ഇവിടെ വാ, നബി വിളിക്കുന്നു. വന്നില്ല. ഇവിടെ വന്നാൽ നിനക്ക് ഞാൻ ഈത്തപ്പഴം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നബിക്കൊരു സംശയം, വരാൻ വേണ്ടി പറഞ്ഞാണോ അതോ ശരിക്കും ഇവിടെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടോ? അപ്പോൾ നീ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ ഈത്തപ്പഴം കൊടുക്കണം. അവർ ചുരുട്ടി കയ്യിൽ ഈത്തപ്പഴം കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇല്ലെങ്കിൽ നിന്റെ പേരിൽ നുണ രേഖപ്പെടുത്താൻ ഇത് മതി. ഒരാവശ്യമില്ലാതെ ടെലിഫോൺ ചെയ്തിട്ട് നിങ്ങൾ എവിടെയുള്ളത്? ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഓൻ പുറപ്പെട്ടിട്ടുണ്ടാവില്ല വീട്ടിൽ നിന്ന്. എന്തിനാ ഈ നുണ പറയുന്നത്? ഒരു കാര്യമില്ലാതെ, ഉപകാരമില്ലാത്ത കാര്യം നുണ പറഞ്ഞ് ശൈത്താനെ നമ്മളെ കൊണ്ട് നുണ പറഞ്ഞ് ശീലിപ്പിക്കാം. ഈ നുണയൊക്കെ നാളെ എവിടെ ചെന്നെത്തും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലെ ശിക്ഷകൾ ഓരോന്നോരോന്നായി കണ്ടു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഫൈദൻ റജുലുൻ ജാലിസുൻ റജുലുൻ ഖായിമുൻ ബിയദിഹി കല്ലൂബ്. ഒരു മനുഷ്യനിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു മലക്കാണത്, ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ടൊരു ഈ 3 കളുത്തുകൊണ്ട് മൂക്കിലും അണ്ണാക്കിലും കണ്ണിലും ഇട്ടിട്ട് ഇങ്ങനെ വികൃതമാക്കുക മുഖം, വലത്തെ മുഖം. അത് ശരിയായാൽ ഇടത്തെ ഭാഗത്തും ഇങ്ങനെ ചെയ്യും. രാവിലെയും ചെയ്യും, വൈകുന്നേരവും ചെയ്യും. ഇത് ആരെയാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം അവസാനം പറഞ്ഞു കൊടുത്തു. മിറാജ് പോയില്ലേ, അവസാനം പറഞ്ഞു കൊടുത്തു, അത് നുണ പറഞ്ഞ ആളാ. അമ്മ മനസ്സിലായില്ലേ? ഇതാരാ? ഫഹുവ കദ്ദാബ്. അമ്മല്ലദീ റഅയ്തഹു യുശഖു ശുദുഖുഹു ഫകദ്ദാബ്. കടവായി ഇങ്ങനെ കൊളുത്തുകൊണ്ട് പിളർത്തി പിറകോട്ട് വലിക്കുന്നത് നീ കണ്ടില്ലേ മലക്ക്?
കദാബ്, നുണ പറയുന്ന ആളാ. അപ്പം നുണയന്മാരായി നമ്മൾ ജീവിക്കരുത്. തൗബ ചെയ്യണം, സത്യം പറയണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. നുണ പറയരുത്. നുണ പറഞ്ഞാൽ ഖബറിൽ എത്ര നുണ മരിക്കുന്നവരെ പറഞ്ഞു, തൗബ കഴിച്ചിട്ട് ബാക്കി വല്ല നുണയുണ്ടെങ്കിൽ ഓരോ നുണക്കും മുഖം 2 ഭാഗത്തും വികൃതാക്കും. രാവിലെ ഒരു വട്ടം, വൈകുന്നേരം ഒരു വട്ടം. അങ്ങനെ ഈ എല്ലാ ദിവസവും ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ആ ഹദീസിന്റെ അടുത്ത ഭാഗം എന്താ അറിയോ? ബുഖാരിയാണ്. അങ്ങനെ അവന്റെ നുണ നാട് നീളെ പ്രചരിച്ചു. അവനൊരു നുണ പറഞ്ഞു, അത് പൊട്ടിച്ചു, അത് നാട്ടുകാരൊക്കെ ഏറ്റെടുത്തു. അങ്ങനെ അത് അവൻ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തു, അല്ലെ മറ്റു നിരക്ക് നോട്ടീസ് അടിച്ചു. അങ്ങനെ അത് എല്ലായിടത്തും അങ്ങനെ പ്രചരിച്ചു. ഫയസ്നഉ ബിഹി മാ റഅയ്ത ഇലാ യൗമിൽ ഖിയാമ. നുണയന്മാർക്ക് നിങ്ങൾ കണ്ട ഈ ശിക്ഷയുണ്ടല്ലോ, ഖിയാമത്ത് നാൾ വരെ തുടരും. എന്താ ഖിയാമത്ത് നാൾ വരെ തുടരും എന്ന് പറഞ്ഞാൽ? നരകത്തിലല്ല എന്നല്ലേ? നരകം ഖിയാമത്ത് നാളല്ലേ? ഖിയാമത്ത് നാൾ വരെ എന്നാ പറഞ്ഞത് ഖബറാണ്, ആലമുൽ ബർസഖ്, മരണത്തിന് ശേഷം. ഇങ്ങനെ ഓരോന്നും ഖുർആൻ ഓതാത്ത, ഖുർആൻ പാലിക്കാത്ത ആളുകൾ അവരോട് പറഞ്ഞു അവരെ വലിയ പാറക്കല്ല് കൊണ്ട് ചതച്ചരയ്ക്കും. വ്യഭിചരിക്കുന്ന ആളുകൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടൊക്കെ ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും സിനിമാ ഹാളുകളിലൊക്കെ ചെന്നിട്ട് അതേപോലെ തന്നെ മറ്റു തേവിടിശികളെ സമീപിച്ച് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, മനസ്സിലായില്ലേ? തങ്ങൾക്ക് കിട്ടുന്ന സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി വ്യഭിചാരമൊക്കെ നിസ്സാരമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് അതപ്പതിച്ചു പോയി, ഇല്ലേ? ചെറിയ ചെറിയ കുട്ടികൾ വരെ ബസ് സ്റ്റോപ്പിൽ പരിചയപ്പെടുന്ന ഒരു മൊബൈൽ ഫോണിലൂടെ മെസ്സേജ് അയച്ച് പരിചയപ്പെട്ടു കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക്, ആഭാസകരമായ അവസ്ഥയിലേക്ക് എത്തുന്ന ആ രൂപത്തിലാണ് നമ്മുടെ സീരിയലും നമ്മുടെ സിനിമയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. വ്യഭിചാരികൾ, അതിൽ നേതാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെയുണ്ട്. നമ്മൾ ആര് വ്യഭിചരിച്ചു നോക്കി തെരഞ്ഞെടുക്കുന്നതിന് പകരം നമ്മൾ ആ ഒരു തിന്മയിലേക്ക് വീഴുന്നതിന് തൊട്ട് ബേജാറായിക്കോളൂ. കാരണം ഖബറിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ താഴ്ഭാഗം വിസ്തൃതമായതും മേൽഭാഗം കുടുസായതുമായ ഒരു വറചട്ടിയിൽ, ഇപ്പൊ നമ്മളൊരു മയ്യത്ത് മറമാടിപ്പോയാൽ അപ്പം തുടങ്ങും, രാവിലെയും വൈകുന്നേരവും. അങ്ങനെ ആ 40 കൊല്ലം ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഓരോ വ്യഭിചാരത്തിന് ശിക്ഷ. കള്ളുകുടിയന്മാർ അവരുടെ ശരീരം തന്നെ തീയിൽ കത്തിച്ച് കളഞ്ഞിട്ട് അതാ കുടിപ്പിക്കുന്നത്. ഓരോ കള്ളുകുടിയനും, അത് വലിയ നേതാവായ കളക്ടറായ കള്ളുകുടിയനാണെങ്കിലും മന്ത്രിയായ കള്ളുകുടിയനാണെങ്കിലും ഡോക്ടറായ കള്ളുകുടിയനാണെങ്കിലും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് വലിയ വലിയ ചടങ്ങുകളിലൊക്കെ പോയിട്ട് കള്ളുകുടിക്കുന്ന മുതലാളിമാരായ കള്ളുകുടിയന്മാരാണെങ്കിലും അങ്ങാടിയിൽ പട്ടച്ചാരായം കുടിച്ച് കിറങ്ങി നടക്കുന്ന കള്ളുകുടിയനാണെങ്കിലും ഈ കള്ളുകുടിയന്മാരെ ഖബറിൽ വികൃതമായ അവരുടെ ശരീരം കരിച്ചു കളഞ്ഞിട്ട് പുറത്തേക്ക് വരെ ദുർനീര് അവരെ കുടിപ്പിക്കും. ഇന്ന് കുടിച്ച് കരൾ പോയി മരിച്ചു കിടക്കുന്നവന് മറമാടി നമ്മളിങ്ങോട്ട് പിരിയുമ്പോൾ കുടിപ്പിക്കാനുള്ള സാധനമായിട്ട് വരും മലക്കുകൾ. പലിശ കൊടുത്ത് വാഹനം വാങ്ങുന്നവർ, ഫ്രിഡ്ജ് വാങ്ങുന്നവർ, മറ്റു കാര്യങ്ങൾ വാങ്ങുന്നവർ, പലിശ കൊടുക്കുന്നവനും വാങ്ങുന്നവനും കണക്കെഴുന്നവനും ഗുരുതരമാണ്. അറിയാമോ? പലിശയിൽ ഏറ്റവും ചെറുത് 36 വ്യഭിചാരത്തിന് തുല്യ, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഗൗരവത്തോട് കൂടി പഠിപ്പിച്ചു. ₹1 എടുത്ത ഒരു ബൈക്ക് കിട്ടും, ബാക്കി പലിശ കൊടുക്കണം. നമ്മളാരെങ്കിലും ഗൗരവത്തിൽ എടുക്കലുണ്ടോ? ഇല്ലെങ്കിൽ വാങ്ങൂല. ബൈക്കില്ലാതെ പോണവരില്ലേ? അവനാൻ്റെ റേഞ്ച് അനുസരിച്ച് ജീവിച്ചാൽ മതി. പലിശക്ക് കടം തരാൻ, മനസ്സിലായില്ലേ? പണത്തിന് ആവശ്യമല്ല, ഇപ്പം ആവശ്യത്തിന് പണം എന്നാ പരസ്യം, അല്ലേ? എന്നിട്ട് പൈസക്ക് വേണ്ടി ഇവിടുത്തെ ചിട്ടി കമ്പനിക്കാർ മുഴുവൻ പരസ്യം ചെയ്ത് വലിയ വലിയ സിനിമാ നടന്മാരെ കൊണ്ടൊക്കെ പരസ്യം ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തവനും പൈസക്ക് പോവുക. എന്നിട്ട് ഇങ്ങനെ പലിശ പലിശ പലിശ, ഇതല്ലേ ചിട്ടിക്കമ്പനി ചെയ്യുന്നത്? ഈ നാട് നശിപ്പിക്കുന്നതും നമ്മളെ അപകടത്തിലേക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തും പിശാചിന്റെ പ്രവർത്തകരാണ്. നാളെ പരലോകത്ത് ചെകുത്താൻ തള്ളിയിട്ടവനെ പോലെ നടക്കുന്നവനായിരിക്കും പലിശ ഇടപാടിൽ വീണവൻ. അവന് ഖബറിലുണ്ടാവും അങ്ങനെ ചെരിഞ്ഞടക്കുന്ന നടത്തം. അവനെ രക്തത്തിന്റെ ഒരു നദിയിൽ അവൻ വെന്തുരുക്കും. നരകത്തിൽ വേറെ, ഇത് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ആലമിൽ ബർസഖിൽ പലിശ ഇടപാടിൽ മുഴുകിയവൻ ആരായിരുന്നാലും ശരി, ₹1 പലിശയാണെങ്കിൽ അതിനുള്ളത് പലിശന്റെ ആഴം അനുസരിച്ച് ശിക്ഷയുടെ ആഴം കൂടും. രക്തത്തിന്റെ നദിയിൽ നീന്തി അവന്റെ ശരീരം അങ്ങനെ ഉരുകുമ്പോൾ കരകയറാൻ പറ്റുന്ന നേരത്തൊരു പാറക്കല്ലുകൊണ്ട് കാവൽ നിൽക്കുന്ന ഒരു പരുക്കനായ മലക്ക് അവന്റെ തലക്കെറിയും. ശിക്ഷ. നിസ്കരിക്കാത്തവരെ അബൂജഹലിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും നമ്രൂദിന്റെയും ഫിർഔനിന്റെയും അവർ കിടക്കുന്ന ഖബറിൽ കൊണ്ടുപോയിടും. നിസ്കരിക്കാത്തവരെ, നിസ്കാരം കരുതിക്കൂട്ടി ഉപേക്ഷിക്കുന്നവർ, നമ്മൾ ഉപേക്ഷിച്ച നിസ്കാരത്തെ കണക്കനുസരിച്ച് തൗബ ചെയ്തോളൂ, ഇനി അങ്ങോട്ട് കൃത്യത പാലിച്ചോളൂ. സക്കാത്ത് കൊടുക്കാത്തവർ, അവർ സക്കാത്ത് കൊടുക്കാതെ അനുഭവിച്ച സ്വത്തുക്കൾ മുഴുവൻ തകിടുകളാക്കി മാറ്റും. ഇസ്തിരി വെച്ച് അവന്റെ നെറ്റിയിലും പാർശ്വഭാഗത്തും. നരകത്തിലല്ല, ഖബറിൽ. ഇനി ഇത് കഴിഞ്ഞു, ഇങ്ങനെ എല്ലാ ശിക്ഷയും. അത് കഴിഞ്ഞാൽ അല്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു സുമ്മ ഇലൈഹി തുർജഊൻ. അല്ലാഹുവാണ് സൃഷ്ടിപ്പ് തുടങ്ങിയത്, പിന്നെ അവനിലേക്ക് മടങ്ങണം. എല്ലാവരും അവന്റെ അരികിലേക്ക് വരണം, ആവർത്തിക്കും, അവൻ മടക്കും. അവിടെ ചെന്നാൽ വിചാരണയാണ് മഹ്ശറിൽ. ഒരു മഴ പെയ്താൽ ചെടി മുളയ്ക്കുന്ന പോലെ ഒരു പാൽമഴ പെയ്യും. ഖബറിന്ന് എല്ലാവരും എണീറ്റ് വരും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല.
അങ്ങനെ അവിടെ എത്തി ആ ഖബറിൽ മഹ്ശറിൽ, വിശാലമായ മഹ്ശറിൽ, അതിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു. മഹ്ശറിൽ എങ്ങനെ റബ്ബ് വരും, മലക്ക് വരും, നരകം കൊണ്ടുവരും, എന്നിട്ട് വിചാരണ ആരംഭിക്കും. രണ്ട് തരം, അവിടെയും രണ്ടവസ്ഥ ഉണ്ട്. ഖബറിൽ രണ്ടാണ്, മരണം രണ്ടാണ്, ഖബറിലെ അവസ്ഥകൾ രണ്ടാണ്. നിഷേധിയാണെങ്കിൽ ഖബറിലുള്ള അവസ്ഥ ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലേ? സത്യവിശ്വാസിയാണെങ്കിൽ സ്വർഗത്തിൽ വിരിവിരിച്ചു കൊടുക്കും, ഖബർ വിശാലമാക്കി കൊടുക്കും, ഖബർ പ്രകാശപൂരിതമായിരിക്കും, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറക്കും, അവൻ സ്വർഗം കണ്ട് ആനന്ദിക്കും. ഇന്ന് മരിച്ചാൽ ഇപ്പൊ സ്വർഗം കാണാം. ഈ മറമാടി അവിടെ ഖബറിലെത്തിയാൽ വിശാലമായി കണ്ണെത്താവുന്ന ദൂരത്തോളം ഖബർ വിശാലമാക്കി സ്വർഗത്തിൽ വിരിവിരിച്ചു കൊടുക്കും. അഫിരിസുഹു ഫിറാശം മിൻ ഫുറുസിൽ ജന്ന വഅൽബിസുഹു ലിബാസം മിൻ ലിബാസിൽ ജന്ന. ഖബർ വിശാലമാക്കി. എന്തിനാ മരിക്കാൻ പേടിക്കുന്നത്? നമ്മുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഒക്കെ നല്ല സുന്ദരന്മാരായി നല്ല വസ്ത്രങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും. ഖബറിൽ ഒറ്റയ്ക്കല്ല, നമ്മുടെ വാപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ പോലും ഇത്രയും സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. സ്വർഗമർപ്പിക്കുന്ന നമ്മുടെ ഇബാദത്തുകൾ, ദിക്റുകൾ അപ്പോഴാലോചിക്കുക, ഞാൻ കുറച്ചുകൂടി നിസ്കരിച്ചിരുന്നെങ്കിൽ, സുന്നത്ത് നോമ്പൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചിരുന്നു, സദക്ക കൊടുത്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഞാൻ കളവൊക്കെ ഒഴിവാക്കി മാന്യമായി ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ വസ്ത്രധാരണമൊക്കെ ഒന്ന് മര്യാദയ്ക്ക് നടത്തിയിരുന്നെങ്കിൽ, താടിയൊക്കെ ഒന്ന് വളർത്തിയിരുന്നെങ്കിൽ, ഈ ആളുകളുടെ പൊതുജനങ്ങളുടെ വർത്താനം കേട്ട് അതിനനുസരിച്ച് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒക്കെ ഇപ്പം മരിച്ച് മറമാടി നമ്മൾ ചിന്തിക്കും. അന്നേരം ചിന്തിച്ചിട്ട് കാര്യമില്ല. അന്നാലഹുദിക്കറ, അന്നേരം ഓർത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഖബറിൽ നല്ല അവസ്ഥയാണ് വിശ്വാസിക്ക്. മരണം ലളിതമാണ്, മരണത്തിനൊരു വേദന ഉണ്ട്. മരണവേദന ഇല്ലാതെ ആർക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ല. മഹ്ശറിലെത്തിയാലോ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും കിട്ടാത്ത ദിവസം തണൽ കിട്ടും. അതിൻ്റെ ശീതളഛായയിൽ അവർ നിൽക്കും, സന്തോഷിക്കും. നിഷേധിയാണെങ്കിൽ നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞവൻ വിലപിച്ച് പൊളഞ്ഞു കരയും. തലക്കുമീതെ ജ്വലിക്കുന്ന സൂര്യൻ. പാപത്തിന്റെ ആഴമനുസരിച്ച് നിര്യാണി വരെ വിയർപ്പിൽ മുങ്ങും, മുട്ടുവരെ, അരവരെ, കഴുത്തുവരെ, അങ്ങനെ പൊളഞ്ഞ് എത്ര ദിവസം? 1, 2, 3 ദിവസം വിചാരണ കാത്തിരിക്കുക. കാലങ്ങളോളം കാത്തിരിക്കും. വിചാരണ കെടുക്കണം എന്ന് റബ്ബിനോട് പറയാൻ ധൈര്യമില്ല എല്ലാവർക്കും. ഇവിടെ വലിയ വലിയ രാജാക്കന്മാരും പിന്നെ ബുഷുമാരും സദ്ദാമുമാരൊക്കെ ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ പുഴുക്കളെ പോലെ ഇരിക്കും എല്ലാവരും. വലിയ കോടീശ്വരന്മാരും വലിയ പുകിലുകൾ കാട്ടിയിരുന്ന ആളുകൾ, ലോകമടക്കി ഭരിച്ചവർ, എല്ലാവരും ഇങ്ങനെ ഒരു മൂലയിൽ തലയും താഴ്ത്തിരിക്കും. പടച്ചവനോട് ഞങ്ങളൊന്ന് വിചാരണ ചെയ്യുമെന്ന് ചോദിക്കാനുള്ള ധൈര്യമല്ല. ആദ്യം അവർ ആദം നബിയെ സമീപിക്കും. ഉറക്കെ പറയാൻ പോലും പറ്റൂല. ചില ഔലിയാക്കന്മാരെ കഥ കേട്ട അള്ളാഹിന്റെ തോളിൽ കൈയിട്ട് നടക്കണ മാതിരിയാണ്. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടക്കം വർത്താനം പറയണമെങ്കിൽ അള്ളാഹ് പെർമിഷൻ കൊടുക്കണം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദ്ന ലഹു റഹ്മാൻ വഖാല സവാബ. പരമകാരുണികൻ അനുവാദം കൊടുക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലാത്ത ഒരാളും ഒന്ന് സംസാരിക്കുകയില്ല. അറിയാമോ നിങ്ങൾക്ക്? അങ്ങനെ അവിടെ ആദം നബിക്ക് സമ്മതം കിട്ടിയിട്ടില്ല. ആദം നബിയോട് ഇങ്ങനെ ചെറിയ ചെറിയ വർത്താനം ആങ്ങിയൊക്കെ ഉള്ളൂ. ആദം നബിക്ക് ഒരു തെറ്റ് നബിമാരാരും ചെയ്യില്ല. ഏതെങ്കിലും ഒരു നബി തെറ്റ് ചെയ്തെന്ന് വിശ്വസിച്ചാൽ അത് കുഫറാണ്. ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, അതിനെ കുറ്റം എന്ന് പറഞ്ഞുകൂടാ. മാനുഷികമായ ഒരു പിഴവ്. തൊടാൻ പാടില്ല എന്നൊരു മരം തൊട്ടു, കഴിക്കാൻ പാടില്ലാത്തൊരു കനി കഴിച്ചു. പക്ഷെ പടച്ചോൻ തൗബ ചെയ്തു. ഫതാബ അലൈഹി. തൗബ കിട്ടിയ ഒരു വിഷയത്തിൽ വിചാരണ ഉണ്ടാവുമെന്ന് പേടിച്ചിക്കാണ് ആദം നബി. അപ്പൊ തെറ്റ് ചെയ്തവന്റെ കഥ എന്താ? തൗബ കിട്ടാത്തവന്റെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതും ഒരു പ്രവാചകൻ ഭയന്നിട്ട് എനിക്ക് മിണ്ടാൻ പറ്റില്ല, ഇതിനിപ്പോൾ ഞാൻ മറുപടി വരാണ്, ഇത് ഞാൻ ചെയ്ത കാര്യമാണ്, ഇത് വിചാരണ വരും. നൂഹ് അലൈഹിസ്സലാം മകനെ, കാഫറായ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു. അതിന് പടച്ച മാപ്പ് കൊടുത്ത വിഷയമാണ്. അതിന് ഞാൻ ഇനി ചോദ്യം ഉണ്ടോ വിചാരിച്ചേക്കാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഭാര്യയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹോദരി എന്ന് പറയേണ്ടി വന്നു. കളവ് പറഞ്ഞൊന്നല്ല, മൊത്തം ആദമിന്റെ മക്കളെ കൊടുത്ത് സഹോദരികൾക്കാണ്, അല്ലെങ്കിൽ ആ നമ്രൂദ് ശല്യപ്പെടുത്തുന്ന കണ്ടിട്ടാണ് അത് പറയേണ്ടി വന്നത്. അതിന് പടച്ചോൻ ചോദിക്കുമോ? അനുവദനീയമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ അനുവദനീയമാണ് അത്തരം കാര്യങ്ങളൊക്കെ. പക്ഷെ അത് വന്നപ്പോൾ എന്തുണ്ടായി? അതിന്റെ പേരിൽ പടച്ചോനോട് ചോദിക്കുമെന്ന് പേടിച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബി. ഈസാ അലൈഹിസ്സലാം അദ്ദേഹവും ഒഴിഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി ഞങ്ങളെ വിചാരണ കടിക്കുന്നു പറയുന്നില്ല. ഫഖറ സാജിദ, സുജൂദിലൊരു വീഴല. കാലങ്ങളോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നാൽ പിന്നെ ആര് പറയും? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ഇവിടെയുള്ള മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, യുക്തിവാദിയാകട്ടെ, കോടിക്കണക്കായ മുഴുവൻ മനുഷ്യരും ഒരു മഹ്ശറിൽ വരും. കാരണം ഒരു പടച്ചോനാ. നമ്മളൊക്കെ ഒരുപോലെ ജീവിക്കുന്നവരാ, ഒരുപോലെ ഭക്ഷണം കഴിച്ച് ഒരുപോലെ വെള്ളം കുടിക്കുന്നവരാ, ഒരുപോലെ മരിച്ചു പോകുന്നവരാ. ഒരേ ഉയർത്തെഴുന്നേൽപ്പാണ്. വിശ്വാസം കൊണ്ട് മാത്രം 2 തരത്തിലേ മനുഷ്യരുള്ളൂ. ഇമ്മാ ഷാക്കിറ വ ഇമ്മാ കഫൂറ. നന്ദി കാണിച്ച സത്യവിശ്വാസികളും തെളിവ് കണ്ടുപിടിക്കാൻ പോകാതെ തോന്നിയതുപോലെ പാരമ്പര്യം അനുസരിച്ചോ മറ്റോ റബ്ബിന്റെ കൽപ്പന നോക്കാതെ ജീവിച്ച നിഷേധികളും. 2 കൂട്ടരെ പഠിച്ചെടുത്തുള്ളൂ. 2 തരം മരണം, 2 തരം ഖബർ, 2 തരം മഹ്ശർ. ആ മഹ്ശറിൽ എല്ലാവരും പ്രവാചകൻ നിന്ദിച്ച് കളിയാക്കി, പ്രവാചകന്റെ കൽപ്പനകളൊക്കെ പുറകോട്ട് വലിച്ചെറിഞ്ഞ് റബ്ബിനെ അപമാനിച്ച് പ്രവാചക നിന്നയുടെ അപ്പോസ്തലന്മാരായി നടന്ന ആളുകളൊക്കെ
പ്രവാചകന്റെ ശുപാർശക്ക് വേണ്ടി കാത്തിരിക്കും. അശ്ശഫാഅത്തുൽ ഉളുമ. എന്താ ശുപാർശ? ഒന്ന് വിചാരണക്കെടുക്കണേ. അതെങ്ങനെയാണെന്നറിയോ? കാലങ്ങളോളം സുജൂദിൽ കിടക്കും. അവസാനം റബ്ബ് പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത വശ്ഫഅ തുശഫഅ. മുഹമ്മദേ, എണീക്കൂ, തല പൊക്കൂ, ചോദിച്ചോളൂ, തരാം. ശുപാർശ ചെയ്തോളൂ, സ്വീകരിക്കാം. അപ്പോഴാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി എൻ്റെ ഉമ്മത്ത് വിചാരണ കാത്തിരിക്കുക. ആദ്യം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ തന്നെ വിചാരണ നടത്തുക. പ്രവാചകനെ മുന്നിൽ നിർത്തും, എല്ലാ ഉമ്മത്തിനും വിചാരണ നടത്തും, നബി സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനം അങ്ങനെയാണ് ഒരു മുഹമ്മദ് നബിയുടെ കഴിഞ്ഞ അടുത്ത പ്രവാചകൻ. അങ്ങനെ അവർ സത്യവിശ്വാസികളൊക്കെ വലതുഭാഗത്ത് തണലിൻ്റെ കീഴെ, മറ്റവരൊക്കെ ഇടതുഭാഗത്ത് കിതാബ് വാങ്ങിയിട്ട് സൂര്യൻ്റെ താഴെ രണ്ടു ഭാഗത്ത് വംതാസുലിയും അയ്യുഹൽ മുജ്രിമും കുറ്റവാളികളെ മാറി നിൽക്കണമെന്ന് പറയും. ഗംഭീരമായ സംസാരം. കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിട്ട് പരസ്പരം ഒരാൾ അങ്ങോട്ടും മുണ്ടൂല, ബേജാറായി നിൽക്കും. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിച്ചോളൂ. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാളും വേറെ ഒരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യുകയില്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, ഒരാളുടെ ശുപാർശ മറ്റൊരാൾക്ക് സ്വീകരിക്കുകയില്ല. വലാ യൂഖദു മിൻഹാ അദിൽ, പകരമായി ഞാൻ എനിക്ക് കുറേ പണിയെടുത്തോളാം എന്ന് പറഞ്ഞാൽ ജീവിതം രണ്ടാമത് തിരിച്ചു തരൂല്ല. വലാഹും യുൻസറൂൻ, ആരാലും സഹായം കിട്ടില്ല. ഒരു ശൈഖുമില്ല, ഒരു ബീവിയുമില്ല, ഒരു തങ്ങളുമില്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവൻ ചെയ്തത്. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ സുന്നത്ത്, അവിടെ മുസ്ലിയാരില്ല, മൗലവിയില്ല. വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക്. അതുകൊണ്ട് വാശിയും വൈരവും പാരമ്പര്യവും കുടുംബവും ഒക്കെ നോക്കിയിട്ട് സ്വർഗത്ത് പോകാന്നാരും വിചാരിക്കേണ്ട. അബൂജഹലിൻ്റെ പാരമ്പര്യമൊന്നും വലിയ മോശമൊന്നുമില്ല. അബൂലഹബിൻ്റെ പാരമ്പര്യം വലിയ മോശമാണ്. ഖുറൈശി കുടുംബമല്ലേ. അബൂലഹബ് മുഹമ്മദ് നബിയുടെ കുടുംബക്കാരനല്ലേ. അതുകൊണ്ട് സ്വർഗത്ത് പോവില്ല. നൂഹ് നബിയുടെ മകൻ നല്ല പാരമ്പര്യമല്ലേ, പ്രവാചകന്റെ മോനല്ലേ, സ്വർഗത്ത് പോവോ? ആസർ ഇബ്രാഹിം നബിയുടെ വാപ്പ, എന്തേ പാരമ്പര്യം മോശമാണോ, സ്വർഗത്ത് പോവോ? ഇല്ല. ഫിർഔൻ ലോകത്തിന് മാതൃകയായ ആസിയ ബീവിയുടെ ഭർത്താവല്ലേ, സ്വർഗത്ത് പോവോ? ഇല്ല. ലൂത്ത് നബിയുടെ ഭാര്യ പ്രവാചകന്റെ പത്നിയല്ലേ, സ്വർഗത്തിൽ പോകുമോ? ഇല്ല. പാരമ്പര്യം, നാട്, നാളിതുവരെ ചെയ്തു പോകുന്നത്, ഇതൊന്നും സ്വർഗത്തിലെത്തുകയില്ല. അവലൂക്കാന ആബാഹും ലാ യഖ്ലൂന ശൈഅൻ വലാഹും യഹ്തദൂൻ, വാപ്പാർക്ക് വിവരമില്ലെങ്കിലോ, അവർ തെളിവില്ലാതെ പ്രവർത്തിച്ചാണെങ്കിലോ, ഒരേ വിഷയത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായം എന്ന തെളിവ് ഞാൻ നോക്കണം. ഖബറാളിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഖബർ പൂജ നടത്താമെന്നൊരു കൂട്ടർ, പാടില്ല എന്ന് വേറൊരു കൂട്ടർ, അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മാല മൗലിദുകളൊക്കെ ഓതാം, ഔലിയാക്കന്മാരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നൊരു കൂട്ടർ, അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഖുർആൻ ഓതുക, നബി പഠിപ്പിച്ച ദിക്ർ ചെല്ലുക, വേറൊന്നും ചെല്ലാൻ പാടില്ല എന്ന് വേറൊരു കൂട്ടർ. തെളിവ് നോക്കണം. പ്രാമാണികമായി ജീവിക്കാൻ പഠിക്കണം. വളരെ നിർണായകമാണ്. സത്യവിശ്വാസികളെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെ തെറ്റുണ്ടെങ്കിൽ പോലും അള്ളാഹ് കാണിച്ചു കൊടുക്കൂല. വലിയൊരു മറയിട്ടിട്ട് അള്ളാഹുവിൻ്റെ വലതുഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും, മനസ്സിലായില്ലേ? എന്നിട്ടോ അവനോട് ചോദിക്കും, ഇന്നല്ലാഹു യുദിൽ മുഅ്മിന ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു. ഒരു വലിയ മറയിട്ടിട്ട്, സത്യവിശ്വാസിയാണെങ്കിൽ അള്ളാഹ് ചേർത്തിട്ട് കുറ്റങ്ങളൊക്കെ എടുക്കട്ടോ, മാപ്പ് തന്ന കുറ്റാണ് അള്ളാഹ് എടുക്കും. ആ താരിഫ് ദമ്പക്കഥ, നീ ഇന്ന ദിവസം ഇന്നത് ചെയ്ത് ഓർക്കുന്നുണ്ടോ? പഠിച്ചോനെ, ഇത് നീ എനിക്ക് മാപ്പ് തന്നിട്ടില്ലേ? ഒന്ന് ബേജാറായി. ഓരോ തെറ്റും എടുക്കും. നമ്മളതൊക്കെ എത്ര എടുക്കാണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ, അള്ളാഹ് തിരക്കൊന്നുമില്ല. അത്താരിഫ് ദമ്പക്കഥ, നീ തെറ്റ് ഓർക്കുന്നുണ്ടോ? തൗഹീദുള്ളവനോടായി പറയുന്നത്, സുന്നത്തുള്ളവനോട്. നീ ഇങ്ങനെ കുറ്റം ചെയ്ത് പാതിരാക്ക് ആരും അറിയാതെ റൂമൊക്കെ അടച്ചിട്ട് ഗൾഫ് പോയ സമയത്ത്, മൈസൂർ പോയ സമയത്ത് ഇങ്ങനെ ചെയ്ത് നീ ഓർക്കുന്നുണ്ടോ ചോദിക്കും. അത്താരിഫ് ദമ്പക്കഥ, ഈ കുറ്റം നീ ഓർക്കുന്നുണ്ടോ? അവസാനം അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഹലക്തു, ഞാൻ നശിച്ചു, തൊലഞ്ഞു, എൻ്റെ കാര്യം പോയി. അള്ളാഹ് പറയും, ഏതായാലും നീ തൗഹീദുള്ളവനാണ്, വന്നുപോയ തെറ്റിൽ തൗബ ചെയ്തവനാണ്. അതുകൊണ്ട് ഞാൻ ഈ തെറ്റൊക്കെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കേണ്ട, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആരും അറിയാതൊക്കെ മറച്ചു വെച്ച ഞാനാണ്, ഇന്നും ഞാനത് മറച്ചു, നിനക്ക് മാപ്പ് തന്നു. സത്യവിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ ഈ മഹാഭാഗ്യം. അതിന് തൗഹീദ് എന്ന യോഗ്യത വേണം, സുന്നത്തിനോട് കൂറു വേണം, അഹങ്കാരം പാടില്ല, വാശിയും വൈരവും പാടില്ല. പാരമ്പര്യം പറഞ്ഞാണ്ട് വാശിയും പറഞ്ഞ് നമ്മുടെ മുസ്ലിഹാക്കന്മാരെയൊക്കെ സംസ്കാരം എന്താ? ഗുണ്ടാസംഘങ്ങളെങ്ങാൻ വരുന്ന മാതിരിയാണ്. ഒരു ചോദ്യോത്തരം സംഘടിപ്പിച്ച്, ഒരു മുഖാമുഖം സംഘടിപ്പിച്ച്, ഒരു വാദപ്രതിവാദം സംഘടിപ്പിച്ച്, മുസ്ലിയാക്കന്മാർ ജനങ്ങൾക്ക് മാന്യതയും മര്യാദയും പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ കൊട്ടേഷൻ ഗ്രൂപ്പുകാരെ മാതിരിയാണ് വരുന്നത്, സംസാരിക്കും. റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്ന ആ രംഗത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ, മാന്യമായിട്ട് ദീനൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? സംശയം ഒന്ന് ദൂരീകരിച്ചു കൊടുത്തൂടെ? കുറച്ച് അനുയായികൾ കൂടെ ഉണ്ട്, തക്ബീർ വിളിക്കേണ്ടെന്ന് കരുതി എന്തൊരു തോന്നിവാസമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത്. ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഓരോരുത്തരും ആലോചിച്ചു. വെറും ഫുട്ബോൾ കളിയും ഗാനമേളയും മ്യൂസിക്കും ഡാൻസും പാട്ടും കള്ളുകുടിയും അന്യ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് കളിക്കുകയും ചെയ്തതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യുവാക്കളെ, ചിന്തിച്ചോളൂ. ഈ ഹൃദയമിടിപ്പുകൾ നിലച്ചു പോയാൽ ആരാണ് നമ്മെ സഹായിക്കാനുണ്ടാവുക? ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. ഒരു ശൈഖും, ഒരു തങ്ങളും, ഒരു ബീവിയും, ഒരു കൂട്ടുകാരനും, ഒരു വാപ്പയും, ഒരു ഉമ്മയും, ഒരു മകനും ഒന്നും മറ്റൊരാൾക്ക് വേണ്ടി ഉടമപ്പെടുത്തിയിട്ടില്ല.
വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, കൈകാര്യകർത്തൃത്വം അന്നേ ദിവസം അള്ളാഹുവിന് മാത്രമായിരിക്കും. ഇതൊരു സത്യം. ഇതൊന്ന് ഒറ്റയ്ക്ക് ചിന്തിക്കണം. ഖുർആനിൽ ഏത് പേജ് എടുത്താലും അതിൽ പരലോകത്തെ പറ്റി എന്തെങ്കിലും ഒന്നുണ്ടാവും. നമ്മൾ വായിക്കണം, അർത്ഥം വായിക്കണം, ചിന്തിക്കണം. എല്ലാം കൂടി വിശദീകരിക്കാൻ നേരമില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ തൂക്കും. കർമ്മരേഖ ആദ്യം തരും, എന്നിട്ടാ വിചാരണ. സത്യവിശ്വാസിക്ക് വലത് കയ്യിലും എത്തുന്ന ഭയങ്കര സന്തോഷം, എല്ലാവരും കാണിച്ചു കൊടുക്കും. നിഷേധിക്ക് ഇടത് കയ്യിലാ തരും, അസ്ഹാബുൽ മഷ്അമ. അത് കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞു. നിഷേധിയാണെങ്കിൽ ചെറിയ തെറ്റും കൂടി, ഫമയാമൽ മിസ്കാലതറത്തിന് ഖൈറയ്യറ വമയാമൽ മിസ്കാലതറത്തിന് ഷറയ്യറ, അല്ലേ? അണു അളവുള്ള തെറ്റുപോലും പരസ്യമായി കാണിച്ച് ആരൊക്കെ കാണുന്നത് വിചാരിക്കും, എൻ്റെ മക്കൾ കാണാതിരുന്നാൽ മതിയായിരുന്നു, വാപ്പ കാണാതിരുന്നാൽ മതിയായിരുന്നു, ഭാര്യ കാണാതിരുന്നാൽ മതിയായിരുന്നു, ഭർത്താവ് കാണാതിരുന്നാൽ മതിയായിരുന്നു, ഒക്കെ കാണും. എല്ലാവരെയും കാണിച്ചു കൊടുത്താൽ നരകത്ത് പോകേണ്ട തെറ്റ് പരസ്യമായിട്ട് അപമാനം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലാഹുവേ എന്നെ അപമാനിക്കരുത്. പഠിപ്പിച്ചില്ലേ റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ. കടുത്ത അപമാനമാണ് കാത്ത്. വിചാരണ തന്നെ ഒരു ശിക്ഷ. മൻ ഹൂസിബ ഉദ്ദിബ, വിചാരണ നടത്തപ്പെട്ടവൻ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. വിചാരണ നടത്തവൻ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ചോദിച്ചാൽ ശിക്ഷ ഉറപ്പാ, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് റബ്ബ് ചോദിച്ചാൽ ശിക്ഷ ഉറപ്പാ. വിശ്വാസിയോട് അങ്ങനെയല്ല ചോദിക്കുക. നീ ചെയ്ത കുറ്റം ഓർമ്മയുണ്ടോന്നേ ചോദിക്കുള്ളൂ, താരിഫ് ദമ്പക്കഥാന്നേ ചോദിക്കുള്ളൂ. ലിമ ഫഅൽതാന്നോ ലിമലം തഫ്അൽ എന്ന് ചോദിച്ചാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നരകത്ത് കിടക്കണം. അത് കഴിഞ്ഞാൽ കർമ്മങ്ങൾ തൂക്കും. മീസാൻ നഹ്നു നളഉ അൽ മവാസിന ബിൽ ഖിസ്ത്, തുലാസ്, ഓരോ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസ്, ഓരോ കർമ്മവും തൂക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണല്ലേ, എല്ലാ കർമ്മങ്ങളും ഒരു ഭാഗത്തും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു ഭാഗത്ത്, ആകാശം ഒന്നരക്ക് ഒരു വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഭാഗം തൂങ്ങും, അല്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇത് സംഘടനാ വൈരാഗ്യം തീർക്കാൻ അസ്ഥാനത്തല്ല അല്ലേണ്ടത്. ഓരോരുത്തരും രാവിലെയും വൈകുന്നേരവും 60-100 പ്രാവശ്യം അല്ലേണ്ട ദിക്റ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മീസാനിൽ നല്ല കനം തൂങ്ങുന്ന ദിക്റുകൾ, സൽക്കർമ്മങ്ങൾ, സദഖകൾ, പുണ്യപ്രവർത്തനങ്ങൾ, നിസ്കാരം, അങ്ങനെയുള്ള എല്ലാ കാര്യവും കർമ്മങ്ങൾ തൂക്കും, കാണും. എന്നിട്ട് അതിൽ നന്മ കൂടുതലുണ്ടാവണം. നിഷേധികളുടെ കർമ്മം തൂങ്ങൂല. അപ്പോൾ കർമ്മം തൂങ്ങാതിരിക്കുമ്പോൾ നമ്മൾ വാപ്പാൻ്റെ അടുത്തല്ലോ, നിങ്ങളുടെ നിസ്കാരം എനിക്ക് തരുമായിരിക്കും, വാപ്പ ഒഴിയും. ഉമ്മാൻ്റെ അടുത്ത് ചെല്ലും, ഉമ്മ മാറും. ഭാര്യേൻ്റെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത്, എൻ്റെത് ഇങ്ങനെ 49% ആയിട്ടുള്ളൂ, കുറച്ചും കൂടി വേണം, ഒന്ന് തരും മോനെ, ഒന്ന് തരും വാപ്പ. വലിയ ക്ലോസ് ഫ്രണ്ടായിട്ട് പള്ളിയിലും കൂടി പോകാൻ സമ്മതിക്കാതെ അങ്ങാടിയിൽ പാതിര 11:30 12:30 തെണ്ടി ഇറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരല്ലേ, നിങ്ങളെ ക്ലോസ് ഫ്രണ്ടൊക്കെ അവിടെ പോവും. ഒരുത്തനും ഉണ്ടാവില്ല. അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ കർമ്മം. ഇതാ പരലോകത്ത്. ഇതിനെപ്പറ്റിയാ ഖുർആനിൽ പറഞ്ഞത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. മനുഷ്യൻ വാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, മക്കളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം. എപ്പോഴാണ് ഓടുക? എന്നെൻ്റെ കർമ്മം എനിക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ ഓടും. ഇത് എനിക്ക് തന്നെ വേണം. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. ഓരോരുത്തർക്കും അവനവനുള്ള അവൻ തന്നെ വേണം. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ത്? ഇത് വിചാരണ നേരത്തിൽ കർമ്മം തരുമെന്ന് ചോദിച്ചു ചെല്ലുമ്പം പറയുന്ന ഈ സംഭവം, ഈ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. അത് കഴിഞ്ഞാൽ മീസാൻ തൂക്കി, അത് കഴിഞ്ഞാൽ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടു. സിറാത്ത് എന്നൊരു പാലം സ്ഥാപിക്കപ്പെടും. നന്മയും തിന്മയും സമമായ കുറച്ചേരം അറാഫിൽ നിൽക്കും, നരകത്തിൻ്റെ മതിലിൻ്റെ മുകളിൽ. പിന്നെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സത്യവിശ്വാസികളെ സംഘങ്ങളായിട്ട് മലക്കുകൾ വന്ന് അവർക്ക് നല്ല പ്രകാശിക്കുന്ന ചെരുപ്പ് കൊടുക്കും, അവർക്ക് നല്ല ആടയാഭരണങ്ങൾ അണിയിക്കും, പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിക്കും, അവരെ നല്ല ഒരു നദിയിൽ, അവരുടെ സൗന്ദര്യം, നദിയിൽ കുളിച്ച് സൗന്ദര്യം വർദ്ധിക്കും. അങ്ങനെ അവർ സ്വർഗത്തിൻ്റെ ആ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യഭാവനയിലും വിരിയാത്ത ആ സ്വർഗത്തിലേക്ക് അവരെത്തും. അവിടെ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം ഈ ആകാശഭൂമികളെക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ കസ്തൂരിയുടെ മണ്ണാണ്, രത്നങ്ങളും പവിഴങ്ങളുമാണ് അവിടുത്തെ ചരൽക്കല്ലുകൾ. അറിയാമോ നിങ്ങൾക്ക്? അവിടുത്തെ ഓരോ ചെടിയും സ്വർണത്തിൻ്റെ തണ്ടുകളാണ്. അവിടുത്തെ ഓരോ ഇലയും ആനച്ചെവി പോലെ അതിസുന്ദരമായ വർണ്ണങ്ങൾ കൊണ്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ വലിയ ഹൈമകളും കൊട്ടാരങ്ങളും. താഴ്ഭാഗത്തുകൂടെ രുചികരമായ പാനീയങ്ങൾ, മദ്യത്തിൻ്റെയും പാലിൻ്റെയും. ഇവിടുത്തെ മദ്യം എന്ന് പറഞ്ഞാൽ ഭാര്യയെ ചവിട്ടുന്ന, വയറുവേദന ഉണ്ടാക്കുന്ന, തലവേദന ഉണ്ടാക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന മദ്യം. അവിടെ അതല്ല. ശുദ്ധമായ രുചികരമായ പാനീയം, ഹൃദ്യമായ പാനീയം, അതവിടെ കുടിക്കും. അവിടുത്തെ സൗരഭ്യം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവിടുത്തെ ഓരോ ചെടിയുടെയും പൂവിൻ്റെയും മനോഹാരിത, അവിടുത്തെ ഓരോ കിളികളുടെയും നാദം നൽകുന്ന സന്തോഷം, അവിടുത്തെ പാട്ട്, സ്വർഗസ്ത്രീകളുടെ ഗാനം നൽകുന്ന ആശ്വാസം. അങ്ങനെയുള്ള സ്വർഗത്തിലെ കുടുംബസമേതമുള്ള ജീവിതം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവിടെ സദുരത്തരായ പരിശുദ്ധരായ ഇണകൾ, സ്വന്തം ഭർത്താക്കന്മാരെ തന്നെ ഇണകളായി കിട്ടുന്നവർ സത്യവിശ്വാസികളാണെങ്കിൽ സ്ത്രീകൾ, ഹൂറുൽ ഐൻ. അതേപോലെ തന്നെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അനേക സൗകര്യം. മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്തത്,
ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യഭാവനയിലും പിരിയാത്തത്. നരകത്തിൽ ശിക്ഷയ്ക്ക് ഏറ്റുവാങ്ങിയിട്ട് തൗഹീദുള്ളതിൻ്റെ പേരിൽ അവസാനം പുറത്തു വരുന്ന ആളുണ്ട്. അയാളോട് പടച്ചോൻ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഗ്രഹിച്ചോളൂ, സ്വർഗത്ത് കയറിക്കോളൂ എന്ന് പറയുമ്പോൾ അവന് സംശയമാണെങ്കിൽ സ്വർഗം കിട്ടുമല്ലേ? എല്ലാവരും സ്വർഗത്തിലെത്തി അഹദും അഹദാത്തിയും അവർ സ്ഥലം കൊണ്ട് എനിക്ക് വല്ല സ്ഥലമുണ്ടോ എന്ന് ചോദിക്കാം. എല്ലാവരും സ്വർഗം അവസാനം വരുന്ന ആളെ അയാളെ നരകത്തിലെ കരിക്കട്ടെടുത്ത് പിടിച്ച് പുറത്തിട്ട് ഒരു നദിയിൽ മുക്കി പൂർണ്ണ സുന്ദരനാക്കി അയാളെ സ്വർഗത്തിൻ്റെ ആ വാതിൽക്കൽ ഇങ്ങനെ എത്തിച്ചിട്ട് നീ സ്വർഗത്ത് കയറിക്കോ എന്ന് പറയുമ്പോൾ ചോദിക്കുക അവിടെ സ്ഥലമുണ്ടോ? എല്ലാവരും കൊണ്ടുപോയില്ലേ, ഞാൻ അവസാനത്തെ ആളല്ലേ? അപ്പോൾ പടച്ചോൻ ചോദിക്കും നിനക്ക് എന്ത് വേണം? ഈ പ്രപഞ്ചത്തിലെ ഒരു വലിയ ചക്രവർത്തിക്ക് കൊടുത്താൽ അത്രയും മതിയോ? അത് മതി, റളീതു റബ്ബി, അത് മതി. പടച്ചോൻ പറയില്ല മിസ്ലുഹു വമിസ്ലുഹു വമിസ്ലുഹു 10 പ്രാവശ്യം. അല്ല, അതിൻ്റെ 10 ഇരട്ടി 50 ഇരട്ടി, അതിൻ്റെ 10 ഇരട്ടി, അതൊക്കെ നിനക്കുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് കൂടാതെ ചോദിക്കുന്നതൊക്കെ ഉണ്ട്. അത് കൂടാതെ നിന്നെ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം ഉണ്ട്. അവിടെ ഒരു പഴം കഴിക്കണമെങ്കിൽ ഖുത്തൂഫു ഹദാനിയ ചില്ല നമ്മളടുത്തേക്ക് വരും. അവിടുത്തെ ചെളിയില്ല, അവിടെ പല്ല് തേക്കണ്ട, അവിടെ ഉറക്കമില്ല, അവിടെ എപ്പോഴും ഫ്രഷാണ്, പുതിയ തിരഞ്ഞെടുക്കണ്ട. മനസ്സിലായില്ലേ? അവിടെ രാത്രിയില്ല, അവിടെ ഉറക്കമില്ല, അവിടെ എപ്പോഴും സന്തോഷം മാത്രം. അങ്ങനെയുള്ള ഒരു പ്രത്യേക, അവിടെ ദിവസം നമ്മൾ എണ്ണുന്നില്ല. അങ്ങനെയുള്ള സന്തോഷത്തിന് സന്തോഷം, മടുപ്പില്ല. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോക ഭവനം, നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഈ ഭൂമിയിലെ ജാടയോ ഇവിടെ കുഴപ്പമോ ആഗ്രഹിക്കാത്ത, ഇവിടെ തീവ്രവാദവും ഭീകരവാദവും തോന്നിയാസവും അന്ധവിശ്വാസമൊക്കെ ആയിട്ട് നടക്കാത്ത ആളുകൾക്ക്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ശുഭപര്യവസാനം. സ്കരിക്കണം, നോമ്പ് നോൽക്കണം, തഖ്വയോട് കൂടി ജീവിക്കണം. അതല്ലെങ്കിലോ വമൻ ജാഅ ബിസ്സയ്യിഅ, ഒരാൾ തിന്മയുമായി വന്നാൽ ഫഖുബ്ബത്തു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖം നരകാഗ്നിയിൽ കമിഴ്ത്തപ്പെട്ടു. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, പ്രവർത്തിക്കുന്നതിനനുസരിച്ചല്ലാതെ കൂലി കിട്ടുന്ന ആരെങ്കിലും വിചാരിച്ചു? ഷെയ്ഖിന്റെ മുരീദാന്നും പറഞ്ഞ് എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു. വെറുതിനേക്കാളും വലിയൊരു നുണുണ്ടോ? അങ്ങനെ ഒരു ഷെയ്ഖ് പറഞ്ഞ ആ ഷെയ്ഖ് നുണയനാണ് ആ ഷെയ്ഖ്. ഇതിനാ മാല പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞ് വ്യവസ്ഥ ചെയ്താൻ പോയത്. മനസ്സിലായില്ലേ? പണ്ട് വെറുതല്ല. ഈ നുണ പറയുന്ന ദിവസം ഒരു മുരീദിനും ഒരു ഷെയ്ഖിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ബീവിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സലീനി, മോളെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ, പൈസ കേട്ടോ, ദുനിയാവിന്റെ കാര്യം എടുത്തിട്ട് ഞാൻ തരാം. പക്ഷേ ലാ അംലികു ലകി ദർറൻ വലാ നഫ്അ, പരലോകത്തൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ആദ്യം പറഞ്ഞ അൻഖദി നഫ്സകി മിനന്നാർ, നിന്റെ തടി നരകത്തിൽ നിന്ന് നീ കാത്തോളണം. ലോകത്തെ ഏറ്റവും വലിയ തങ്ങളാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ബീവിയാ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബി സ്വർഗസ്ത്രീകളുടെ യുവതികളുടെ നേതാവാ. പക്ഷേ അത് മുഹമ്മദ് നബിയുടെ മോള് നിലക്ക് കിട്ടിയതല്ല. പണിയെടുത്ത് ശരിയായ ഈമാനിൽ കിട്ടും. മോളെ നരകത്തുനിന്ന് നിന്നെ നീ കാത്തോളണം. അത് പഠിച്ചു പോയിട്ടാ. അതല്ല എല്ലാ നബിമാരെ മക്കളും സ്വർഗത്തിനായി നൂഹ് നബിന്റെ മക്കളും ആവണമല്ലോ. ആയോ? ഇല്ലല്ലോ. അപ്പോൾ ഫാത്തിമ ബീവി പോയത് സ്വന്തം പണിയെടുത്തിട്ടാ. ഏറ്റവും വലിയ ബീവിയോട് ഏറ്റവും വലിയ തങ്ങൾ പറഞ്ഞത്, മോളെ നീ നരകത്ത് എന്നെ കാത്തോളണം. പിന്നല്ലേ നമ്മളെ നാട്ടിൽ ഈ ചോട്ടാ തങ്ങന്മാർ വന്നിട്ട് അവരെ ബർക്കത്ത് ഷോക്കടിപ്പിച്ചിട്ട് നമ്മളെ എന്ത് ചെയ്യുന്ന സ്വർഗത്തിലെത്തി. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി വിഷയം പറഞ്ഞത് അൻഖദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് ഓരോരുത്തരും അവനവൻ്റെ നഫ്സിനെ കാത്തോളൂ. ഈ നരകം എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിലൊരു മനുഷ്യൻ വീഴുമ്പോൾ നമ്മൾ പപ്പടം വറക്കാൻ വേണ്ടിയിട്ടതുപോലെ വലുതാകും. വലുതായി ഭീകര സത്വങ്ങളെപ്പോലെ വലുതാവും. മാംസമൊക്കെ ഇങ്ങനെ തിങ്ങും. പിന്നെ ഖലല്ല ജിൽദുൽ കാഫിരി 70 ദിറാൻ, ഒരു നിഷേധിയുടെ തൊലിയുടെ കട്ടി 70 മുഴ ഉണ്ടാവും. ഒരു മുഴ എന്നാണ് എത്ര? തൊലിയുടെ കട്ടി. നടക്കാൻ കഴിയില്ല, വയറൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കും. മനസ്സിലായി? വികൃതമായ രൂപമായിരിക്കും. മുഖം നിലത്ത് കുത്തി കാല് മേതയാക്കി ചങ്ങല കഴുത്തിലൂടെ ബന്ധിച്ച് വലിച്ചേച്ച് കൊണ്ടുപോകുമ്പോൾ യദൂ സുബൂറ, നാശമേ എന്ന് വിളിച്ചവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഭീമാകാര രൂപികളായി നരകത്തിന്റെ അഗ്നി വന്ന് അത് ഒന്നിനു പിറകെ ഒന്നായി അവന്റെ ശരീരം കരിച്ചു കളയുമ്പോൾ, ഇന്നല്ലദീന കഫറൂ ബി ആയാത്തിന, നമ്മുടെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അത് തള്ളിക്കളയുന്ന ആളുകൾ ആരായിരുന്നാലും ശരി, സൗഫ നുസ്രീഹിം നാറ, നരകത്തിൽ അവരെ കരിച്ചു കളയും. കുല്ലമാ നളജതു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിപ്പിക്കാൻ വേണ്ടി പുതിയ തൊലി അവർക്ക് നൽകും. ഒരു തൊലി കരിഞ്ഞു പോകുമ്പോൾ പുതിയ തൊലി അവർക്ക് നൽകും, ശിക്ഷ ആസ്വദിപ്പിക്കാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലൂടെ സ്ത്രീകൾ എന്ന അധ്യായത്തിൽ പഠിപ്പിച്ചു. വളരെ ഗൗരവത്തോടു കൂടി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞ ഒരു ജോഡി ചെരുപ്പാ. അത് ആർക്കോ ആവട്ടെ, ആ ചെരുപ്പിടുന്നയാൾ തലച്ചോറ് ഇങ്ങനെ തിളച്ച് വെഗലി ദിമാഹുന്ന, അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്ന പോലെ അയാളെ തലച്ചോറ് ഇങ്ങനെ പൊട്ടി ഒഴുകാൻ തുടങ്ങും. അയാൾ പറയും, എൻ്റെ പേരിൽ ഏറ്റവും ചെറിയ കുറ്റാണല്ലോ എഴുതി വെച്ചത്, പക്ഷേ നീ എനിക്കെന്തിനാ ഏറ്റവും വലിയ ശിക്ഷ തരുന്നത്? ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്നവൻ്റെ വിചാരം ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്നാണ്.
പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന് വളരെ മുമ്പ് എണീക്കും. അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം, എന്നിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയും, വലത് കൈ നെഞ്ചോട് ചേർത്തിട്ട് പറയും, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. വിശാലമായി വിശദീകരിക്കേണ്ട വിഷയങ്ങളെ നമുക്ക് നേരെ തൽക്കാലം അവസാനിപ്പിക്കാം. സത്യമാണ്. അതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സത്യമാണ്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, വിചാരണ സത്യമാണ് എന്ന ബോധത്തോടു കൂടി ജീവിതത്തിന് ഒരു അടുക്കും ചുട്ടയും ഇസ്ലാമിക മര്യാദയും ഉണ്ടാകണം. ഇസ്ലാമിൻ്റെ പേര് പറയാൻ പലരുമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സംഘടനയോട്, മുജാഹിദ് സംഘടനയോട് പോലും അടിസ്ഥാനപരമായി വിധേയത്വമില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അഥവാ സലഫുകളും അവർ ജീവിച്ച ഒരു ആദർശം, ഒരു സംസ്കാരം. അവർ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ടില്ല. അവർ മാലമൗലിദുകൾ ഉണ്ടാക്കിയിട്ട് നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ അവർ ഉരുവിട്ടിട്ടില്ല. അവർ ജന്മദിനങ്ങൾ, മീലാദുകൾ ആഘോഷിച്ചിട്ടില്ല. അവർ ചാവടിയന്തരം നടത്തിയിട്ടില്ല. അവരത്തരം തോന്നിവാസങ്ങൾ, സലാത്ത് നഗറുകളും മറ്റു ബിദ്അത്തുകളുമായി അവർ കടന്നു വന്നിട്ടില്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പിഴച്ചുപോയ അഹ്ലി കിതാബിൽ ഉണ്ടായിട്ടുണ്ട്. ചാണിന് ചാണായി അഹ്ലി കിതാബിനെ പിന്തുടരുകയല്ല, മറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പിന്തുടർന്ന് ഇസ്ലാമിക മര്യാദയിൽ ജീവിക്കണം. സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവർ, നമ്മുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു എളുപ്പത്തിൽ ശിഫയേകുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും സ്വീകരിക്കാനും അള്ളാഹു നമ്മുടെ ഹൃദയം തുറന്ന് തരുമാറാകട്ടെ. അസത്യത്തെ അസത്യമായി തിരിച്ചറിയാനും അതേപോലെ തന്നെ അത് വർജിക്കാനുമുള്ള ഒരു കരുത്ത്, എത്ര സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും അസത്യത്തിൽ വിട്ടു നിൽക്കാനുള്ള ഒരു കരുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ഒരു ചെറിയൊരു വിഷയം ഇവിടെ ഉണ്ട്. ഈ ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാൻ പറ്റുന്ന ഒരു കാരണവശാലും പറ്റൂല കേട്ടോ. ചെറിയ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കരുത്, ഹറാമാണത്. കുട്ടികളങ്ങനെ സ്വർണം ധരിപ്പിച്ചും കള്ളുടിപ്പിച്ചൊന്നും ശീലിപ്പിക്കേണ്ട. ആൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞു. സർവശക്തനായ നാഥൻ മുഴുവൻ നന്മയും അത് കലവറയില്ലാതെ സ്വീകരിക്കാനും തിന്മകൾ വർജിക്കാനുമുള്ള കരുത്ത് നമുക്ക് നൽകുമാറാകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും സ്വഹാബത്തിനോടും ഒപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഹീന അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജത വലാ മറളൻ ഇല്ലാ ശഫൈത ولا حاجة من هوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم ورحمة الله.